കർത്താവേ, ദൈവിക പകൽവേളയ്ക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും തക്കതന്മാണ് ഈ ദൈവിക പകലിൽ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തതിനെ ഓർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഈ സ്ഥലം സഭയിൽ വീണ്ടും ഒരിക്കൽ കൂടി ദൈവസഭയിലുള്ള ദൈവജനത്തിന് കർത്താവേ സ്തോത്രം കടന്നു വരുവാൻ ദൈവം അനുവദിച്ചല്ലോ. കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി കർത്താവെ പ്രാർത്ഥിപ്പാനും അവരെ കർത്താവെ ജഡത്താൽ കറപിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നിത്യനരകത്തിൻ്റെ അവകാശികളായി തീരപ്പെടുന്ന പലരെ കർത്താവെ ഇന്ന് പോലത്തെ കൂട്ടായ്മ നിമിത്തമായി കർത്താവെ സ്തോത്രം അവരെ വിടുവെച്ചെടുക്കുന്ന ദൈവിക പകലായി ഈ പ്രഭാതം തീരപ്പെടുവാൻ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്ന കർത്താവെ, ഗാന ശുശ്രൂഷകൾക്കായി കോരണേ ദൈവം അവിടുന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്ര ആത്മാവിൽ ഗീതങ്ങളെ ആലപിക്കപ്പെടുവാൻ ദൈവം അവരെ പ്രാപ്തരാക്കുന്നതിനായി സ്തോത്രം. ദൈവവചന ശുശ്രൂഷകൾക്കായി ദൈവം തൻ്റെ ഭൃത്യന്മാർ ഇന്ന് പകലിൽ അവിടുന്ന് കർത്താവ് ശക്തമായി ഉപയോഗിക്കണമേ. പൗലോസ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുമ്പോൾ, വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കപ്പെടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇന്ന് പോലെ കർത്താവെ ദൈവദാസന്മാരുടെ അധരങ്ങളിൽ അവരെ കണക്കൂട്ടുന്നതിന് കളപ്രമായ നിലവാരത്തിൽ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. രോഗികളായി മറ്റ് വിവിധ ഭാരത്തോട് ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ നിന്റെ വചനം അയച്ച് ദൈവം അവരെ ഉദ്ധരിച്ച് വിടുവിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ സ്ഥലം സഭയിൽ കൂടി വരുന്ന എല്ലാം നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ആദരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പോലെ ഉപജീവന വഴികളോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്ര, പഠിക്കാൻ കടന്നു പോയിട്ടുള്ള പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. പിന്നെ പാസ്റ്റർ യാത്രയിൽ സാന്നിധ്യം കൂടി ഇരിക്കണമേ. കടന്നു വന്ന നല്ല ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്നെ വൃത്യനെ ബലപ്പെടുത്തണം. സ്ഥലം സഭയുടെ ശുശ്രൂഷകനെ കുടുംബമായി ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കടന്നു വന്ന ദൈവജനത്തെ ഒരു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനകൾക്കും യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി നമുക്ക് സഭയായി ഒരിക്കൽ കൂടി ഈ പട്ടണത്തിൽ കടന്നു വന്ന സർവശക്തനായ ദൈവത്തെ ഈ ദേശത്തിന്റെ നടുവിൽ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല വിലയേറിയ ഈ നല്ല സമയങ്ങൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഈ ദേശത്തെ ഇതിന്റെ നടുവിലുള്ള ആത്മിക പ്രവർത്തനങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ ദർശനത്തോടെ എലോഹിമിന് നൽകിയിരിക്കുകയാണല്ലോ. കർത്താവ് തന്ന ദർശനത്തിൽ നിന്നുകൊണ്ട് തന്റെ അഭിഷക്തന്മാരും സഭയും അതിന്റെ ഉത്തരവാദിത്തോടു ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടം ഈ പട്ടണത്തോട് ചെയ്യുവാൻ നമുക്കിണങ്ങുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. വിശാലമായ അനുഭവങ്ങൾ ഇതിന്റെ നടുവിൽ നമുക്കുണ്ടാകണം. സഭ വർധനവുണ്ടാകണം. ആലയത്തിന്റെ കൺസ്ട്രക്ഷനുകൾ ഉണ്ടാകണം. പലയിടങ്ങളിലും പ്രാർത്ഥന കൂട്ടായ്മകളും ഒക്കെ ഇതിന്റെ നടുവിൽ ഉണ്ടാകണം. കേവലം ഒരു മാസത്തിന്റെ അല്ലെങ്കിൽ ഒരു ബുധനാഴ്ച മാത്രമൊന്ന് കൂടുന്ന ഒരവസ്ഥാന്തരത്തിൽ നിന്നും എപ്പോഴും തുറക്കപ്പെടുന്ന ഒരു ആലയത്തിന്റെ മന്ദിരം ഈ ചെങ്ങന്നൂർ ഉയർന്നു വരുവാനായിട്ട് ആ ഒരു ദർശനവും ആ ഒരു പ്രാർത്ഥനയിലുമായിരിക്കണം നിങ്ങൾ ഓരോ പ്രാവശ്യം ഇവിടെ കാൽ ചവിട്ടുമ്പോഴും. ആമേൻ. കാര്യം നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത് ദൈവരാജ്യത്തെയാണ്. ആമേൻ. We are become of kingdom of God. നമ്മൾ എവിടെ ചെന്നാലും അവിടെ ദൈവരാജ്യം വെളിപ്പെടണം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, ദൈവരാജ്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടണം. ഹല്ലേലൂയ. അതിന് കുറവുണ്ടാക്കൽ. കേവലം ഒരു കോർണർ ബിലീവർ ആയിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവം രാജാതി രാജാവും സർവശക്തനുമാണ്. അവന്റെ പുത്രത്വം ലഭിച്ച, ആമേൻ, അവന്റെ മക്കൾ എന്ന പദവി ലഭിച്ച സ്തോത്രം, ഞാൻ സ്തോത്രം സഞ്ചരിക്കുമ്പോൾ, ഞാൻ കാൽ ചവിട്ടുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ കൽപ്പിക്കുമ്പോൾ അത്ഭുതം നടന്നില്ലേ ഓർത്തോണം. അല്ലെങ്കിൽ ഞാൻ ആ പുത്രത്വത്തിന്റെ വെളിപ്പാടിലേക്ക് ഞാൻ വന്നിട്ടില്ല എന്ന്.
എന്നാൽ നമ്മുടെ ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ മാറട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ ആളത്വത്തെ, ദൈവത്തിന്റെ ആസ്തിത്വത്തെ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. നിങ്ങൾ ആരാണെന്നുള്ള വലിപ്പം നിങ്ങൾ കാണിക്കേണ്ടത്, സ്തോത്രം, നിങ്ങൾ കാഴ്ചവെട്ടുന്ന പട്ടണത്തിൽ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുക എന്നതാണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ വാക്കുകൾ കൊണ്ടല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളാലും. അതങ്ങനെ തന്നെ ബൈബിൾ പറയുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും സഭ വളർന്നു പോയിരുന്നു. സഭ വളർന്നുകൊണ്ടേയിരുന്നു. സഭ വളർന്നുകൊണ്ടേയിരുന്നു. വെട്ടും തോറും അല്ലെങ്കിൽ വളർത്തപ്പെട്ട ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ദൈവത്തിന്റെ സഭ. കാര്യം അത് സ്ഥാപിക്കപ്പെടും മുമ്പേ തന്നെ ദൈവം പറഞ്ഞു, പാതാള ഗോപുരങ്ങൾക്ക് തകർക്കാൻ പോലും ഞാൻ അതിനെ അനുവദിക്കുകയില്ല. അത്ഭുതങ്ങളുടെ ദൈവത്തിന്റെ മക്കളെ, ഈ ചെങ്ങന്നൂരിൽ അത്ഭുതം വെളിപ്പെട്ടേ പറ്റൂ. ദൈവത്തിന്റെ വീര്യപ്രവൃത്തി വെളിപ്പെട്ടേ പറ്റൂ. ഹല്ലേലൂയ. ഒരു മാസം വരുന്നവനെ അടുത്ത മാസം ഈ പരിസരത്ത് കാണാത്ത വ്യവസ്ഥ മാറട്ടെ. ആ വ്യവസ്ഥയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനോട് ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്നില്ല. അതിനോട് ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്നില്ല. പിശാചേ, ഞങ്ങൾ അതിനോട് ഉടമ്പടി ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഏലോഹിമിന്റെ 1000 കൂടുന്ന ഒരു സഭാ മന്ദിരം ചെങ്ങന്നൂരിന്റെ പട്ടണത്തിൽ ഉയരുന്നത്. അതിനു വേണ്ടിയാകണം ഇങ്ങോട്ട് വരുന്നത്. കിലോമീറ്ററുകൾ ചെലവഴിച്ച് ഈ സമയം ചെലവഴിക്കുന്ന അതിനു വേണ്ടിയാകണം. ഈ ആരാധന അതിനു വേണ്ടിയാകണം. ഈ പ്രാർത്ഥന അതിനു വേണ്ടിയാകണം. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിച്ച് ചുവട് വെച്ചാൽ നടത്തി തരുവാൻ നമുക്കൊരു ദൈവമുണ്ട്. പണം എന്റെ അപ്പന് വിഷയമല്ല. പുരാതന സമ്പത്തുള്ളവന് ഒരു റെവലേഷനോട് പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കാൻ പോവാണ്. ഇത് എനിക്കറിയത്തില്ല എന്തിനാണ് ഞാൻ ഈ വിഷയത്തെ എടുത്തിട്ടെന്ന്. ദൈവത്തിന്റെ ആലയം പണിയാൻ വേണ്ടി ദൈവം പലരെ എഴുന്നേൽപ്പിച്ച കൂട്ടത്തിൽ ആ ദർശനം പ്രാപിച്ച ഒരുവൻ കൊട്ടാരത്തിൽ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. അവന്റെ പേര് നെഹമ്യാവ് എന്നാണ്. ഒരിക്കൽ രാജാവിന്റെ അന്തപുരത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നെഹമ്യാവ് നിൽക്കുമ്പോൾ രാജാവ് ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? നെഹമ്യാ പറഞ്ഞു, എന്റെ പിതാക്കന്മാർ പണിത ആലയത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. അതൊന്നും പണിയാൻ ആരുമില്ല. എന്നെ അത് പോയി പണിയാണ്ട നേതൃത്വത്തിനായി നീ എന്നെ അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പന്മാർ പണിത ആലയത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നതിനെ കുറിച്ചുള്ള ആത്മഭാരം തന്റെ ഹൃദയത്തിൽ തളം കെട്ടി കിടക്കുന്നത് കണ്ട രാജാവ് നെഹമ്യാവിന് അനുമതി നൽകി. വളരെ ആവേശത്തോടെ നെഹമ്യാവ് വന്നിട്ട് ഒത്തിരി പേരെ ആലയം പണിക്ക് വേണ്ടി കൂട്ടിച്ചേർത്തു തന്നോടൊപ്പം. അതിലൊരു മനുഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ പേര് മഥന്യാവ് എന്നാണ്. എന്താ പേര്? മഥന്യാവ്. ഈ മഥന്യാവിന് 2 ജോലി ഉണ്ടായിരുന്നു. ഒന്ന്, മഥന്യാവ് ഭണ്ഡാരഗൃഹത്തിന്റെ കാവൽക്കാരനായിരുന്നു. അകത്തുള്ള ഗുപ്തനിധികളെ, അകത്തുള്ള സമ്പത്തിന് കാവൽ നിൽക്കുക എന്നത് മാത്രമായിരുന്നു ഈ മനുഷ്യന്റെ ആകപ്പാടെയുള്ള ജോലി. പക്ഷേ അതിലും വലിയൊരു ജോലി സ്വർഗത്തിൽ നിന്ന് മഥന്യാവ് ഏറ്റെടുത്തിരുന്നു. കാര്യം, ആലയം പണിയുന്നതിന് മുമ്പേ ജനം ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തിരുന്നത് മഥന്യാവായിരുന്നു. അതുകൊണ്ട് മഥന്യാവിനെ ബൈബിൾ വിളിക്കുന്ന പേര് സ്തോത്ര ആരാധനയുടെ തലവൻ. ആലയം പണിയുന്നതിന് മുമ്പേ ജനത്തെ ആവേശത്തോടെ ആരാധിപ്പാനായിട്ട് മഥന്യാവിന്റെ അകത്തൊരു അഭിഷേകം ഉണ്ടായിരുന്നു. വെറും ഭണ്ഡാരഗൃഹത്തിന്റെ കാവൽക്കാരനായി ആലയം പണിയാൻ, ദൈവത്തെ ആരാധിക്കാൻ പട്ടണത്തിന്റെ നടുവിൽ ഒരു മടിയും കാണിക്കാത്ത മഥന്യാവിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. മഥന്യാവിന്റെ തലമുറയെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചത്? അപ്പന്മാർക്ക് ഭണ്ഡാരഗൃഹത്തിന്റെ അകത്തേക്ക് കയറാൻ പോലും യോഗ്യതയില്ലാത്ത, പെർമിഷൻ ഇല്ലാത്തിടത്ത് തലമുറകളെ ദൈവം അഭിഷേകം ചെയ്തത്. അവർ ഭണ്ഡാരഗൃഹത്തിന്റെ കാവൽക്കാരായിട്ടല്ല മാറിയത്, അവർ ഭണ്ഡാരഗൃഹത്തിന്റെ കാര്യവിചാരകന്മാരായി. ആലയം പണിയാൻ കൂട്ടു നിന്നോ, നിങ്ങളുടെ തലമുറയെ ലോകം കാണുന്ന വിധത്തിൽ ദൈവം അനുഗ്രഹിക്കും, 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 അനുഗ്രഹിക്കും. ഇത് ഞാൻ പറയുന്ന പ്രവചനമല്ല, ഇത് ഇന്നും മാറ്റമില്ലാത്ത ബൈബിൾ പറയുന്ന പ്രവചനമാണ്. ആമേൻ.
ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടച്ച് കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വെറുതെ ആകരുത്. ഞാൻ വെറുതെ ആരാധിച്ചു പോകുന്നത് കൊണ്ട്, സഭ എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല. എന്നെ കൊണ്ടുവന്ന ഉദ്ദേശം നെഹമ്യാവിന്റെ കൂടെ ചേർന്ന് പട്ടണത്തിൽ ആലയം പണിയാനാണെങ്കിൽ ഇന്ന് ഏലോഹിമിൽ അഭിഷക്തന്മാരോട് ചേർന്ന് ചെങ്ങന്നൂരിൽ ഏലോഹിമിന്റെ ഒരു വലിയ മന്ദിരത്തിന്റെ അടിസ്ഥാനങ്ങൾ പറ. ഇനിയുള്ള പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. ആ കരങ്ങളുയർത്തി ഇനിയുള്ള പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. മഹാത്മ്യമുള്ള യാഗത്താലേ വീണ്ടെടുത്തു ശാപ കുരുക്കിൽ നിന്നും. മഹാത്മ്യമുള്ള യാഗത്താലേ വീണ്ടെടുത്തു ശാപ കുരുക്കിൽ നിന്നും. ഞാൻ നിനക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരായി പന്തിയിരുത്തി. ഞാൻ നിനക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരായി പന്തിയിരുത്തി. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടി അടുത്തിടുന്നേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടി അടുത്തിടുന്നേ. ആ മാർവോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന്. ആ മാർവോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന്. ഒന്നിനോടൊപ്പം പാടാമോ? ഇനിയുള്ള പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള യേശുവേ പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല. ഒന്ന് കരങ്ങൾ ഉയർത്തി. ഇനിയുള്ള ഞാൻ പാഴാക്കില്ലപ്പ. എത്രയോ സമയങ്ങൾ, എത്രയോ വർഷങ്ങൾ. ഇനിയുള്ള ഞാൻ ഈ ലോകത്തിന് വേണ്ടി ചിലവഴിച്ചു. വൃഥാ എന്റെ സമയങ്ങൾ ഞാൻ കളഞ്ഞപ്പ എന്റെ പ്രാണൻ എന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ അതിനു മുമ്പേ
ദൈവരാജ്യത്തിന് വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യണം. ദൈവരാജ്യത്തിന് വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യണം. ദൈവരാജ്യത്തിന് വേണ്ടി മഹാത്മ്യമുള്ള യാഗത്താലേ വീണ്ടെടുത്തു ശാപം. നിങ്ങളുടെ പാപങ്ങൾ മാറ്റി തന്നില്ലേ അവൻ? നിങ്ങളുടെ ശാപങ്ങൾ മാറ്റി തന്നില്ലേ? നിങ്ങളുടെ നിന്ദ മാറ്റിയില്ലേ? നിങ്ങളുടെ രോഗം മാറ്റിയില്ലേ? നിന്റെ തലമുറയെ രക്ഷിച്ചില്ലേ? ആ ദൈവത്തിന് വേണ്ടി നിങ്ങൾക്കൊന്ന് ചെയ്തൂടെ? നിങ്ങൾക്ക് ആ ദൈവത്തിന് വേണ്ടി ഒരു ശ്രേഷ്ഠന്മാരായി പങ്കിരുത്തി തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ തൃപ്തി യേശുവേ നേരം വരെ കാത്തിരുന്നു പിന്നെ അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടി അടുത്തിടിയോ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടി അടുത്തിടും. ആമാറോട് ചേർന്നു കിടന്ന് സ്നേഹം വിട്ടു പോവല്ലേ? അവനകന്നു പോകല്ലേ? അവനെ വിട്ടു പോകല്ലേ? നിങ്ങൾ പോയാലും അവൻ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പോയാലും നിങ്ങളെ പിന്തുടർന്ന് സ്നേഹിക്കുന്നവൻ, നിങ്ങളെ പുറകെ ഒരു ലജ്ജയുമില്ലാതെ നിങ്ങളെ ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവൻ എന്റെ ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന് ആ മാർവോട് ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന് ഇനിയുള്ളതാ പാഴാക്കാതെ ആ കരങ്ങൾ ഉയർത്തി ഇനിയുള്ളതാ പാഴാക്കാതെ ഒരു തീരുമാനത്തോടെ പാടാമോ? ഇനിയുള്ളതാ പാഴാക്കാതെ എന്റെ അപ്പനായി വേല ചെയ്യൂ. ഇനിയുള്ളതാ പാഴാക്കാതെ എന്റെ അപ്പനായി വേല ചെയ്യൂ. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും ഞാനകന്നാലും
യേശുവേ തൊട്ടാൽ ശക്തിയാൽ സൗഖ്യം വരുമോ? മാറേണ്ടതുമാവും ലോകം അതു കാണും, വിശ്വാസത്താൽ നിന്ന് മാറും. ആരുമില്ലായിരുന്നു അവർക്ക്, എല്ലാരും അവളെ ഒഴിവാക്കി. മുതലെല്ലാം വൈദ്യന്മാർക്ക് അവൾ കൊടുത്തു, കുടുംബത്തിൽ നിന്ന് അവളെ പുറത്താക്കി. കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, ആരുടെയും കണ്ണിൽ പെടാതെ തനിക്ക് വന്ന രോഗത്തെ സഹിച്ചുകൊണ്ട് തന്റെ ജീവൻ അവസാന നിമിഷങ്ങളിലേക്ക് അടുത്തു എന്ന ഉറപ്പിൽ അവൾ ഇരിക്കുമ്പോൾ അവൾ ഒരു ശബ്ദം കേൾക്കുന്നു. യേശു ഈ പട്ടണത്തിൽ വരാൻ പോകുന്നു, യേശു ഈ പട്ടണത്തിൽ വരുന്നു, യേശു ഈ പട്ടണത്തിൽ വരുന്നു. അവളുടെ ജീവിതത്തിന്റെ അവസാനത്തെ പിടിവള്ളി യേശു. ഇതുവരെയും അവൾ ലോകത്തെ ആശ്രയിച്ചു, വൈദ്യന്മാരെ ആശ്രയിച്ചു, മരുന്നുകളെ ആശ്രയിച്ചു, ഔഷധങ്ങളെ ആശ്രയിച്ചു, മനുഷ്യന്റെ വാക്കുകളെ ആശ്രയിച്ചു. ഇതാ ഒടുവിൽ അവൾ കേൾക്കുന്നു, യേശു നസ്രായൻ ഈ പട്ടണത്തിൽ വരുന്നുവെന്ന്. അവളെ ഒന്ന് കാണാനെങ്കിലും ആഗ്രഹിച്ചവൾക്ക് ലഭിച്ചത് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലായിരുന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടവൾക്ക്, അവളുടെ മരണം കാത്തു കിടന്നവൾക്ക് ജീവിതം ലഭിച്ചതുപോലെ നിന്റെ നിന്ദ മാറ്റാൻ, നിന്റെ കണ്ണുനീര് മാറ്റാൻ, നിന്റെ രോഗം മാറ്റാൻ, നിന്റെ ഒറ്റപ്പെടലുകൾ മാറ്റാൻ യേശു വന്നിട്ടുണ്ട്. യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ജീസസ് ഈസ് ഹിയർ. റാസ്മാല തേരിയ തൽമനാരി ചൂഡാസ് മേലി ഈശിസ് മിയാമല. നിനക്ക് അവനെ ഇപ്പോൾ തൊടാൻ കഴിയും, നിനക്ക് ഇപ്പോൾ അവനെ കാണാൻ കഴിയും, നിനക്ക് ഇപ്പോൾ അവനോട് സംസാരിക്കാൻ കഴിയും, നിനക്ക് അവനെ തൊടാൻ കഴിയും, നിനക്ക് അവനോട് സംസാരിക്കാൻ കഴിയും, നിനക്ക് അവനോട് അവൻ നിന്നെ തൊടാൻ ഇപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടോ? Can you see the presence of the Jesus Christ here? നിങ്ങൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? എനിക്കറിയില്ല ഈ പകൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും. ആരുടെയൊക്കെ ജീവിതം മാറാൻ പോവുകയാണ്. ഒരു വർഷിപ്പിന്റെ രംഗം കൊഴുപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, ഞാൻ വാസ്തവത്തിൽ ആത്മാവിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ആരുടെയൊക്കെ ജീവിതം മാറാൻ പോവുകയാണ്. ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇനി ജീവിക്കാൻ താല്പര്യമില്ലാതെ, ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ നേരിടാൻ കഴിയാതെ, ജീവിതത്തിൽ വന്ന അപമാനങ്ങളെ നേരിടാൻ കഴിയാതെ, ഇനി ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ യാന്ത്രികമായി ജീവിച്ച് അഭിനയിക്കുന്ന, യാന്ത്രികമായി ജീവിച്ച് അഭിനയിക്കുന്ന ചിലരുടെ ജീവിതങ്ങളിൽ നിന്ന് കർത്താവ് മാറ്റാൻ പോവുകയാണ്. യേശു തൊട്ടാൽ, യേശുവേ തൊട്ടാൽ ശക്തിയാൽ സൗഖ്യം വരും. മാറേണ്ടതു മാറും, ലോകം അതു കാണും, വിശ്വാസത്താൽ നിന്ന് മാറും. യേശു പറയുന്നു, ഈ ലോകത്ത് നീ ജീവിക്കേണ്ടെന്ന് തീരുമാനമെടുത്തു നിൽക്കുന്ന നിന്നെ ഈ ലോകം കാണെ മാനിക്കാൻ പോവുകയാണ്. ഈ ലോകം കാണെ മാനിക്കാൻ പോവുകയാണ്. മാറേണ്ടതു മാറും, ലോകം അതു കാണും, വിശ്വാസത്താൽ നിന്ന് മാറും. അങ്ങേ പോലെ ആരുമില്ലേ, വേറാരും ഞാൻ കാണുമില്ലേ. അങ്ങേ പോലെ ആരുമില്ലേ, വേറാരും ഞാൻ കാണുമില്ലേ.
ഉന്നതൻ ഉയർന്നവനേ, ആദ്യനും അന്ത്യനുമേ. യേശു മാത്രം ഉന്നതൻ ഉയർന്നവനേ, ആദ്യനും ഈ പട്ടണം ആ നാമത്തെ കേൾക്കണം. യേശു യേശു എന്റെ യേശു ഉറക്കെ വൽധാരമസിയാലേ യേശു എന്റെ യേശു യേശു മനുഷ്യനാണ് എന്റെ നിന്ന മാറ്റാൻ കഴിയില്ല. എന്താണെന്ന് അറിയണ്ടേ? എന്താ കാര്യം? മനുഷ്യരാ എന്നെ നിന്ദിക്കുന്നേ. ഞാൻ നിന്ന് അനുഭവിക്കുന്ന അവരിൽ നിന്നാണ്. പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും, ഞാൻ എത്ര അകന്നിട്ടും എന്നെ നിന്ദിക്കാത്ത ഒരുവനുണ്ട്. എന്നെ നിന്ദിക്കാത്ത ഒരുവനുണ്ട്. എനിക്ക് നിന്ന വരാൻ കാരണം അവനല്ല, പക്ഷെ എന്റെ നിന്ന മാറാൻ കാരണം അവനാണ്. എനിക്ക് കഷ്ടം വരാൻ കാരണം അവനല്ല, പക്ഷെ എന്റെ കഷ്ടം മാറാൻ കാരണം അവനാണ്. എനിക്ക് രോഗം വരാൻ കാരണം അവനല്ല, പക്ഷെ എന്റെ രോഗം മാറാൻ കാരണം അവനാണ്. എനിക്ക് പാപം വരാൻ കാരണം അവനല്ല, പക്ഷെ എന്റെ പാപം മാറാൻ കാരണം അവനാണ്. എനിക്ക് ശാപം വരാൻ കാരണം അവനല്ല, പക്ഷെ എന്റെ ശാപം മാറാൻ കാരണം അവനാണ്. പോകല്ലേ, അവനെ വിട്ട് ഒരു നിമിഷം അകന്നു പോകല്ലേ. ഒരിക്കൽ കൂടി ആ വരി ഒന്ന് പാടാമോ? ഇനിയുള്ള പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ജനത്തിനൊന്ന് പാടാമോ? നിങ്ങളുടെ പ്രായം വിഷയമല്ലെന്ന്. നിങ്ങളുടെ പ്രായം വിഷയമല്ല ദൈവത്തിന്. നിങ്ങളുടെ യോഗ്യത വിഷയമല്ല. യോഗ്യതയും പ്രായവും കുലവും ഗോത്രങ്ങളും എന്റെ ദൈവത്തിന് വിഷയമാണെങ്കിൽ, ഇന്ന് ബൈബിൾ രചയിതാക്കൾ ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞന്മാരായനായിരുന്നു. ശാസ്ത്രമറിയാവുന്നവനെ, വേദമറിയാവുന്നവനെ, ലോകമറിയാവുന്നവനെ മാറ്റി നിർത്തിയിട്ട ആട്ടിടയനെയും മത്സ്യബന്ധനക്കാരനെയും കാട്ടത്തിപ്പഴം പറിച്ചവനെയും കാവൽക്കാരനെയും ജയിലിൽ കിടന്നവനെയും കൊലപാതകിയൊക്കെ കൊണ്ട് ഇതെടിച്ച് എന്റെ കൈകളിൽ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചത്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങളുടെ യോഗ്യത വിഷയമല്ല. ദൈവത്തിന് ആവശ്യം നിങ്ങളാണ്. Come on church. ഒരു തീരുമാനത്തോടെ ഒന്ന് പാടാമോ? നിങ്ങൾ മാത്രം ഒന്ന് പാടിക്കേ. ഇനിയുള്ള നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന അഭിഷിക്തന്മാരുണ്ട്. അവർക്ക് നല്ല ജോലി ചെയ്ത്
ഈ ലോകത്ത് ജീവിക്കാം. നല്ല സമ്പാദ്യം വാങ്ങി ഇന്നത്തെ ഉന്നതന്മാരും ധനികന്മാരും ജീവിക്കുന്നത് പോലെയൊക്കെ ജീവിക്കാം. പക്ഷെ എന്തുകൊണ്ട് അവരിത് തിരഞ്ഞെടുത്തു? നിങ്ങൾക്ക് വേണ്ടി കുടലുടക്കി ഉപവസിച്ചും, നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് വേറെങ്ങും പോണ്ട. നിങ്ങളുടെ അഭിഷക്തനെ നിങ്ങളൊന്ന് നോക്കിക്കേ. 2-3 മണിക്കൂർ പ്രസംഗിച്ചിട്ട് എനിക്ക് ആ മനുഷ്യനെ ഞാൻ ഏറ്റവും അഭിമാനമായി കാണുന്നത്, വീണ്ടും മണിക്കൂറുകളോളം രാത്രി 1 മണി 2 മണി വരെയൊക്കെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നേ. ഞാൻ ദൈവിക ശുശ്രൂഷ നിൽക്കുന്ന ഒരാളാണ്. മാക്സിമം 3 മണിക്കൂർ, അതിനപ്പുറം ഒന്നും എന്നെ കൊണ്ടൊരു കപ്പാസിറ്റിയും കാണത്തില്ല. ജനത്തിനു വേണ്ടി മധ്യസ്ഥ വഹിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന അഭിഷിക്തന്മാരെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അധ്വാനിക്കുന്നത് നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. അവരുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓടി ഓടി വരുന്ന ഉദ്ദേശം എന്താണെന്നറിയണ്ടേ? നിങ്ങൾ നശിച്ചു പോകല്ല. നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം, മലയുടെ മുകളിൽ കയറി അമാലിക്കർ വന്നപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോശയുടെ 2 കരമൊന്ന് താഴേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അഹരോനും ഹൂരും ചെന്ന കരങ്ങൾ താങ്ങിയതുപോലെ ഇവർക്കൊപ്പം നിൽക്കണം. ചെങ്ങന്നൂരിൽ ഇവർക്കൊപ്പം നിൽക്കണം. അവർ താന്താങ്ങയുടെ പട്ടണത്തിലായിരിക്കുമ്പോൾ അവരുടെ കരങ്ങൾക്ക് ബലം കൊടുത്തുകൊണ്ട് അഹരോനെ ഹൂരിനെ പോലെ നിങ്ങൾ നിന്നാൽ, ഹല്ലേലൂയ, നിങ്ങൾ നിന്നും ഒരു ബസലേലും, ഹല്ലേലൂയ, നിങ്ങളിൽ നിന്ന് അടുത്തൊരു പൗരോഹിതന്മാർ ലേവിയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നേ. ഇനിയുള്ള നാൾ പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എൻ്റെ അപ്പനായി എൻ്റെ മരണം വരെ വേല ചെയ്യും. ഇനിയുള്ള പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള പാഴാക്കാതെ എന്നപ്പനായി. ആ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഇതിന് നടുവിൽ ദൈവത്തിൻ്റെ വലിയ ദൈവ സാന്നിധ്യമുണ്ട്. അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിക്കുമായിരുന്നു, ഈ സാന്നിധ്യം കളയാതെ തന്നെ ദൈവദാസൻ തന്നെ ഈ വർഷിപ്പിങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു? കാരണം അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇതിൻ്റെ നടുവിലുണ്ട്. പലപ്പോഴും നമ്മൾ അകലം വിട്ട് പോയവരാണ്, അല്ലേ? പക്ഷേ ഹല്ലേലൂയ, തിരിച്ച് കർത്താവിൻ്റെ സ്നേഹം, അല്ലേ, ആ തിരിച്ച് നൽകിയ സ്നേഹത്തെ ഓർത്ത് എത്ര പേർക്ക് ആ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? ഞാൻ ഇന്നലെ ഞാൻ ചർച്ചിൽ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ആദാമും ഹവ്വയും പാപം ചെയ്തിട്ടും ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം കൃത്യമായിട്ട് ചെയ്തു. എന്താണെന്നറിയാമോ? അവൻ എല്ലാ ദിവസവും വരുന്നത് പോലെ എന്ത് ചെയ്തു? അന്ന് രാവിലെയും വന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്തിട്ടും ഹല്ലേലൂയ നമ്മെ മാറ്റി നിർത്താത്തൊരു കർത്താവുണ്ട്, അല്ലേ? ഹല്ലേലൂയ, അകലം വിട്ടു പോയപ്പോഴും ഹല്ലേലൂയ നമ്മൾ മാറി നിന്നപ്പോഴും നമ്മെ ഹല്ലേലൂയ പിടിച്ച് കൊണ്ടുവന്നില്ലേ? അത് നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ? ഹല്ലേലൂയ. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പടം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്ന
തന്നവൻ അകലുകില്ല. ആമേൻ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീടും, ചോദിച്ചാൽ ലഭിച്ചിടും. ഒരിക്കൽ കൂടി, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീടും, ചോദിച്ചാൽ ലഭിച്ചിടും. അതു നിശ്ചയം, ഓ നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. ആമേൻ. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമോ? അത് ഈ നമ്മളുടെ ഈ പാട്ടുകാരുടെ അല്ലെങ്കിൽ വർഷിപ്പ് ലീഡേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ പാടാൻ പോകുന്ന പാട്ടിൻ്റെ 2 വരി എന്ത് ചെയ്യണം? ഹമ്മിങ് പാടണം. പക്ഷെ ഇത് പാടുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? അതിനകത്ത് വരുന്ന ദൈവസാന്നിധ്യമാണ്. ഹല്ലേലൂയ. ഈ ഞാൻ ഇവിടെ നിന്നിങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞ് മകള് ഒത്തിരി കരയുന്നുണ്ടായിരുന്നു. ഒത്തിരി കരഞ്ഞു. ഞാനത് ശ്രദ്ധിച്ച് എല്ലാവരും നോക്കിയപ്പോൾ ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ മോളെ, നിനക്ക് വേണ്ടിയുള്ള ദിവസമായിരുന്നു. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ ചില വിഷയത്തിൻ്റെ നടുവിൽ ഇന്ന് ഇതിനകത്ത് വന്നു. അതിൻ്റെ ഉത്തരമായി കർത്താവ് ചില സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര പേരങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? അല്ലേ? ദേവദാസൻ പറഞ്ഞതുപോലെ, ദേവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ പറയുമ്പോൾ, ഈ ഗദരദേശത്ത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തു യേശു പോയത്. അങ്ങനെയാണ് ഇന്ന് പകൽ നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. എത്ര പേരങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ആരാധിച്ചാൽ ചില വിടുതലുകളുണ്ട്. അല്ലെങ്കിൽ ആശ്രയിച്ചാൽ കരുതുന്ന ഒരു കർത്താവ്, അവൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു നല്ല കർത്താവ്. ആ നല്ല കർത്താവിന് എല്ലാ കരങ്ങളും ചേർത്തടിച്ചു പാടി, ഓ റബലം ശകലം ധേരഗതകെ, എല്ലാ കരങ്ങളും അടിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീടും, ചോദിച്ചാൽ ലഭിച്ചിടും. അതു നിശ്ചയം. ചേർന്ന് പാടാമോ? പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീടും, ചോദിച്ചാൽ ലഭിച്ചിടും. അതു നിശ്ചയം, ഓ നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. ആമേൻ. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ആമേൻ. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ചേർന്ന് പാടാമോ? ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ഓ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ഓ നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ ഇന്ന് പകൽ മാറത്തില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? നിശ്ചയം, 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 അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്. മനത്തകർന്നാൽ അവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്. മനത്തകർന്നാൽ അവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം. നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. ഓ വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം. നിത്യഭവനത്തിൽ നിത്യവാസം. ചേർത്ത് പാടാമോ? ഓ നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞു, അവൻ വാക്കു പറഞ്ഞ മാറാത്ത ദൈവം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലും. ഒരിക്കൽ കൂടി പാടാമോ? നിശ്ചയം, നിശ്ചയം. ഒന്ന് ശബ്ദമുയർത്തി. വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം.
വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ഓ മാറയെ മാധുര്യമാക്കിയിടുമേ ശത്രുവിനെന്മേ ജയവുമെന്നേ. മാറയെ മാധുര്യമാക്കിയിടുമേ ശത്രുവിനെന്മേ ജയവുമെന്നേ. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ. ഓ റബാല നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ആമേൻ. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ആമേൻ. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നി ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ആമേൻ. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നി ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. അങ്ങനെ ഉറപ്പോടത് പാടാം. നിശ്ചയം. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ആമേൻ. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ആമേൻ. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ. ഒരിക്കൽ കൂടി ചേർന്ന് ആരാധിച്ചാൽ ആരാധിച്ചാൽ വീഴുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആമേൻ. ആരാധിച്ചാൽ വീഴുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി സേവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ആമേൻ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി സേവിച്ചാൽ നിത്യ നിശ്ചയം. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ അവൻ മാറത്തില്ല. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ. അതുകൊണ്ട് പാടാമ. വേഗത്തിൽ വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ ഓ കണ്ണുനീർ തുടങ്ങൂ യേശുനാഥനെ മാറനാഥ. ചേർന്ന് പാടാമോ. എന്റെ കണ്ണുനീർ തുടങ്ങും യേശുനാഥനെ മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെ. യേശുവേ യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോനേ. ചേർന്ന് പാടാമോ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോൻ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. അവേ സുന്ദര രൂപനേ, വന്ദിതനാഥനേ മാറനാഥ മാറനാഥ. ഓ സുന്ദര രൂപനേ, വന്ദിതനാഥനേ മാറനാഥ. ഓ എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെ. ചേർന്ന് ശബ്ദമുയർത്തി. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും. യേശുവേ യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോ. യേശുവേ യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോ. ആയിരം വാക്കുകൾ വെള്ളികൾ പോലെ കങ്കണമെന്നേശുവേ. ആമേൻ. ആയിരം വാക്കുകൾ വെള്ളികൾ പോലെ കങ്കണമെന്നേശുവേ. ആമേൻ. ദിനത്തോറും വേണമേ
വരവോളം വേണമേ മാറനാഥ മാറനാഥ ആമേൻ നിരന്തോറും വേണമേ വരവോളം വേണമേ മാറനാഥ മാറനാഥ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെ ഓ നീ വരവോടെ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ എന്റെ നിക്ഷേപം നീ തന്നെ ഓ നീ വരവോടെ വരാത്ത അവൻ വാക്കു പറഞ്ഞ മാറാത്ത ദൈവം ആ നല്ല കർത്താവിൽ ഇന്ന് പകലിൽ അതിന്റെ ഹൃദയത്തോടെ ഭാഷകളിൽ ഇന്ന് പകൽ നമ്മുടെ നിക്ഷേപം ഹല്ലേലൂയ എന്റെ യേശു മാത്രമാണ്. ആ ഹൃദയത്തെ കവർന്ന ആ നല്ല കർത്താവിനെ ഇന്ന് പകലിൽ നന്ദി ഹൃദയത്തോടെ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുന്നില്ല. ആമേ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം വാഗ്ദത്തം തന്നവൻ. ആ രണ്ട് കരങ്ങൾ ഉയർത്തി പാടാമോ? ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ. ഒന്ന് ശബ്ദം ഉയർത്തി പാടാമോ? നിശ്ചയം നിശ്ചയം അതു നിശ്ചയം വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ യാചിച്ചാൽ മുട്ടിയാൽ ചോദിച്ചാൽ അതു നിശ്ചയം. ഓ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി കൊണ്ട്, മുട്ടിയാൽ തുറന്നിട്, ചോദിച്ചാൽ അതു നിശ്ചയം. ഇന്ന് പകൽ അങ്ങനെ ഉറപ്പുണ്ട് ഇതിനകത്തിരിക്കുന്നവർക്ക്? ഉറപ്പുള്ളവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥിച്ചാൽ എന്തുണ്ട്? ഉത്തരമുണ്ട്. ആമേൻ പറഞ്ഞവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. യാചിച്ചാൽ എന്തുണ്ട്? മറുപടിയുണ്ട്. മുട്ടിയാൽ എന്ത് ചെയ്തു? തുറക്കും. ചോദിച്ചാൽ ലഭിക്കും. ഇന്ന് പകൽ ചോദിക്കാൻ തയ്യാറാണോ? ചോദിക്കാൻ തയ്യാറുള്ളവരൊന്ന് കരമുയർത്താമോ? ഈ ചോദിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചോദിക്കണം. കൃത്യമായിട്ട് ചോദിക്കണം. നമുക്ക് എന്താണ് ആവശ്യമെന്ന് കൃത്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ അല്ലേ? ഹല്ലേലൂയ ഹല്ലേലൂയ അല്ലേ? അതുകൊണ്ടല്ലേ ഒരു മനുഷ്യൻ വന്ന് രാത്രി മുഴുവൻ കതക് കൊട്ടുക, ഇങ്ങനെ കൊട്ടുക. ആദ്യമൊന്നും തുറന്നില്ല. ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? കിടന്നുറങ്ങുകയാണ്. പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ വീണ്ടും എന്ത് ചെയ്തുകൊണ്ട് മുട്ടിക്കൊണ്ടിരിക്കണം. കാരണം എന്നറിയാമോ? അകത്ത് കിടക്കുന്നവന് ഇല്ല, പുറത്ത് വരാനല്ല, നിനക്ക് തരാൻ കഴിയുന്നവനാണ്. ഇല്ലേ? ആ വചനമൊന്ന് വായിച്ചിട്ടുള്ളവരുണ്ട്. അകത്ത് കിടക്കുന്നവന് നിനക്ക് തരാൻ കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മുട്ടിക്കൊണ്ടേയിരിക്കണം. അവിടെ പിന്നെ അവസാനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവനും കുടുംബമായിട്ട് എന്ത് ചെയ്തു? ഒരുമിച്ച് കഴിച്ചെന്നാ.
ഇല്ലേ? അത് വായിച്ചവരുണ്ടോ? സ്തോത്രം. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചോദിക്കണം. ഞാൻ എപ്പോഴും ഈ പാട്ട് പാടി വർഷിപ്പൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. നമ്മുടെ PG വർഗീസ് അങ്കിള് സ്തോത്രം, അദ്ദേഹം സുവിശേഷ വേല ചെയ്ത് നടന്ന് തളർന്ന് സ്തോത്രം നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കുളിക്കാൻ വേണ്ടി തോന്നി. കുളിക്കാൻ വേണ്ടിയിട്ട് ആ കുളത്തിൻ്റെ കരയിൽ ചെന്നിട്ട് സ്തോത്രം ഒരു തുള്ളി 2 തുള്ളി എണ്ണ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞു. മനസ്സിൽ വിചാരിച്ചപ്പോൾ സ്തോത്രം പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു എണ്ണയുടെ ബോട്ടിൽ തൊട്ടടുത്ത് വന്ന് വീണു. ഇദ്ദേഹം സന്തോഷം കൊണ്ട്, എന്നാൽ മനസ്സിൽ പ്രാർത്ഥിച്ചതല്ലേ, 2 തുള്ളി എണ്ണ കിട്ടിയിരുന്നെങ്കിൽ തലയിൽ തേച്ച് കുളിക്കായിരുന്നു. അദ്ദേഹം ഓടിച്ചെന്ന് ഈ ബോട്ടിലെടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചപ്പോൾ 2 തുള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ പറഞ്ഞില്ല. 2 തുള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര തുള്ളിയാ ചോദിച്ചേ? 2 തുള്ളി. അപ്പം നമ്മൾ ഇനി ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കണം അല്ലേ? നമ്മൾ ചോദിക്കുമ്പം എന്താണ് ആവശ്യം എന്നുള്ളത്, നമുക്കൊരു 2 നില വീട് വേണം, അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ചോദിക്കണം. കാർ ഏതാണ് എന്ന് കൃത്യമായിട്ട് ചോദിക്കണം. വിവാഹം കഴിക്കുന്നവർ എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടണമെന്ന് കൃത്യമായി ചോദിക്കണം, നല്ല ഭാര്യയെ കിട്ടണമെന്ന്. അപ്പം കൃത്യമായി ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലപ്പുറമായി തരാൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു നിമിഷം എല്ലാവരും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. താമസിച്ചു വന്നത് ഞാനാണ്, അതുകൊണ്ട് നിങ്ങളെ നേരത്തെ പറഞ്ഞു വിടേണ്ടതായിട്ടുണ്ട്. വളരെ വേഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക്, ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുകയാണ്. പ്രാരംഭത്തിൽ 1-2 അറിയിപ്പുകൾ നിങ്ങളെ ഓർപ്പിക്കുന്നു. നമ്മൾ 1 വർഷം കൊണ്ട് കലണ്ടർ വാങ്ങാൻ വേണ്ടി, നമ്മൾ 1 വർഷം കൊണ്ട് ബൈബിൾ വായിക്കാൻ വേണ്ടി ഒരു കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. ബൈബിൾ കവർ ടു കവർ വായിച്ചവർ കൈപ്പൊക്കെ കാണിച്ച്. ബൈബിൾ കവർ ടു കവർ വായിച്ചവർ സൂസൻ ആൻറ്റി മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കാണുന്നില്ല. വേറെ ആരെയും കാണാത്തതുകൊണ്ട് കരഞ്ഞെന്ന് പറഞ്ഞ പോലെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഏതായാലും ബൈബിൾ വായിച്ച ആരെയും ഞാൻ കാണുന്നില്ല. അടുത്ത 2026 ബൈബിൾ വായിക്കണം. ഒരാമയും പറഞ്ഞില്ല. ബൈബിളിന് ഭയങ്കര ശക്തിയുണ്ട്. നമ്മൾ ഈ നോർമലി ഉൽപ്പത്തി തൊട്ട് വായിച്ചാൽ നമുക്ക് തീരത്തില്ല. 1 വർഷം കൊണ്ട് നമുക്ക് ബൈബിള് തീരാനായിട്ട് ഞങ്ങൾ ഒരു മെത്തേഡ് ഇതിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. 365 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്ന നിലയിൽ ഒരു കലണ്ടർ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. ഇത് തൂക്കാൻ വേണ്ടിയല്ല, ഭിത്തിയെ തൂക്കാനല്ല, നിങ്ങളുടെ കൈവശം സൂക്ഷിക്കാൻ വേണ്ടിയാണ്. 2026 ജനുവരി 1-ാം തീയതി വ്യാഴാഴ്ച നമ്മൾ വായിക്കേണ്ട വാക്യം, നമ്മുടെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉൽപ്പത്തി 1-2 അധ്യായം വായിക്കണം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കണം. അങ്ങനെ ക്രമത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ പോകുമ്പം ഒരു സ്കെച്ച് പെന്നൂടെ വായിക്കണം. എന്നിട്ട് ഇതിൽ ജനുവരി 1-ാം തീയതി വായിച്ചിട്ട് നിങ്ങളത് വെട്ടണം. എന്നിട്ട് അടുത്ത ന്യൂ ഇയറിന് നിങ്ങൾ ഈ കലണ്ടറുമായിട്ട് പത്തനംതിട്ട വരണം. അങ്ങനെ വരുന്ന തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് 2 പേർക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് വാങ്ങണം. ഫ്രീ അല്ല. ഞാൻ ഖത്തറിൽ ചെന്നപ്പോൾ എല്ലാവരെയും ഫ്രീ ആണെന്ന് വിചാരിച്ചു. ഇത് ഫ്രീ അല്ല. എന്ന് വെച്ചാൽ ഇത് പ്രിൻറ്റിങ് കോസ്റ്റ് മാത്രമേ നിങ്ങളത് വാങ്ങത്തുള്ളൂ. നിങ്ങൾ ദയവായി നിങ്ങളത് വാങ്ങിക്കൊണ്ട് പോകാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ടെക്സ്റ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ടെക്സ്റ്റ് തീർന്നു പോയി. അതായത് ഇന്ന് ഉള്ള ചോദ്യങ്ങളെക്കുറിച്ചുള്ള, അതിനെ ചേർത്ത് ഇന്നത്തെ നമ്മുടെ യൗവനക്കാരെ കുറിച്ചുള്ള ദൈവമുണ്ടോ, യേശു ആരോടാണ് പ്രാർത്ഥിച്ചത്, യേശു എന്തിനാണ് പ്രാർത്ഥിച്ചത് എന്ന ചോദ്യങ്ങളെല്ലാം ചേർത്ത് ഒരു ടെക്സ്റ്റ് തയ്യാറാക്കിയിരുന്നു. ആ ടെക്സ്റ്റ് തീർന്നുപോയി. ഞങ്ങളും ഇത്രയും ഫാസ്റ്റായിട്ട് തീരും എന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ വളരെ പെട്ടെന്ന് ഈ ആഴ്ചയൊക്കെ വന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം അതെല്ലാം പോയി എന്ന കാര്യം ഓർപ്പിക്കുന്നു. 1-2 അറിയിപ്പുകൾ നിങ്ങളെ ഓർപ്പിക്കുന്നു. 22-ാം തീയതി, ഡിസംബർ മാസം 22-ാം തീയതി നമ്മുടെ പ്രോഗ്രാം ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കുന്നു. പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ വെച്ച് നിങ്ങൾ ബസ് ഇറങ്ങുന്ന ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അലങ്കാർ സൂപ്പർ മാർക്കറ്റ്, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ആ റോഡ് സൈഡിൽ ടൈലൊക്കെ ഇട്ടൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേര് ടൗൺ സ്ക്വയർ എന്നാണ്. പത്തനംതിട്ട ടൗൺ സ്ക്വയർ ആണ്. അവിടെ വെച്ച് നമുക്ക് പ്രോഗ്രാം നടക്കുകയാണ്. പബ്ലിക്കായിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നു. ഇവിടുത്തെ എല്ലാ കലാകാരന്മാരും ഒരുമിച്ച് അണിനിരക്കുന്ന ഒരു വലിയ പ്രോഗ്രാം. അവിടെ സുവിശേഷഘോഷം നമ്മൾ നടത്തുകയാണ്. വൈകിട്ട് 5:30 നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളെല്ലാവരും അതിന് കടന്നു വരികയും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അതിന് ചെയ്യാൻ വേണ്ടി
ഓർപ്പിക്കുന്നു. 23-ാം തീയതി വരെ മുതൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയാണ്. 23-ാം തീയതി മുതൽ 31-ാം തീയതി വരെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ജനുവരി മാസം നമുക്ക് ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ നടക്കുന്നു. അത് നിങ്ങളെ അതിന് തൊട്ട് മുൻപ് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിന് മുൻപ് ഒരു യോഗം, അതിന് മുമ്പ് ഒരു യോഗം ഉണ്ടോ? കാണത്തില്ല. അതിന് മുമ്പ് ഒരു യോഗം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ യോഗമുണ്ട്, ഞാൻ വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. ന്യൂ ഇയറിന് എല്ലാവരെയും കൊണ്ട് ഒരു വണ്ടി വിളിച്ച് വരണം. ഒരു 1-2 വണ്ടിയൊക്കെ വിളിച്ച് അങ്ങ് എല്ലാവരും വരണം. ന്യൂ ഇയർ മിസ് ചെയ്യരുത് എന്ന കാര്യം നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുപോലെ നിങ്ങളെ ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ച് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ഓൾഡ് ഏജ് ഹോം ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഓൾഡ് ഏജ് ഹോമിന് സ്ഥലം വാങ്ങണം. ഇന്ന് രാവിലെ പോയിട്ട് ഫൈനലൈസ് ചെയ്യാനിരുന്നാണ്. ഇവിടുത്തെ ഡേറ്റിന് ഒരു ചെറിയ വ്യത്യാസം എല്ലാവർക്കും ഉണ്ടായി. മാത്യു പാസ്റ്റർ എന്നോട് പറഞ്ഞ 5-ാം ബുധനാഴ്ചയാണ് പാസ്റ്റർക്ക് ഈ ആഴ്ച ഒരു പരിപാടിയില്ല എന്നെല്ലാവരും പറഞ്ഞ് ഞാൻ ഈ 5-ാം ബുധനാഴ്ചയാണല്ലോ എന്ന് വിചാരിച്ച് എല്ലാ പരിപാടിയും കൊടുത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞു 10 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വരും, 8:30 വരും, 6 മണിയാകുമ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ബിജു പാസ്റ്റർ എനിക്ക് മെസ്സേജ് അയച്ചു, ഈ ബുധനാഴ്ച 5-ാം ബുധനല്ല 4-ാം ബുധനാണ്. അപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. അതുകൊണ്ട് ആ രൂപത്തിലായിരുന്നു കാര്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരെ, കാശ് തരണം. ഒരാമയും പറഞ്ഞില്ല. കാശ് തരണം. അതായത് ഏകദേശം 1.5 കോടി രൂപ അടുപ്പിച്ച് നമുക്കൊരു സ്ഥലം വാങ്ങണം. എനിക്ക് 3 മാസം കൊണ്ട് മാരത്തോൺ പോലെ എനിക്ക് അത് പണിത് തീർക്കാനായിട്ടുണ്ട്. നിങ്ങളതിന് പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹമാണ്, ഒരു റിട്ടയർമെൻറ്റ് ഹോം തുടങ്ങണം എന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ഹോം എന്ന് പറഞ്ഞാൽ പല വീടുകളിലും അമ്മയും അപ്പനും മാത്രമേ ഉള്ളൂ. ചില വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ചില വീട്ടിൽ അപ്പം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അമ്മയ്ക്ക് രാവിലെ 10 തൊട്ട് രാവിലെ 8 തൊട്ട് വൈകിട്ട് 6 മണി വരെ അവിടെ വന്ന് നമ്മുടെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരുടെ അവിടെ ഒക്കെ കൂടാം. അവർക്ക് ഫുഡും ഒക്കെ നമ്മൾ കൊടുക്കും. വൈകിട്ട് വീട്ടിൽ കൊണ്ടുവിടും. ഒരാമയും പറഞ്ഞുതരും. റൈറ്റ്. അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ചെയ്യാൻ, റിട്ടയർമെൻറ്റ് ഹോം. ഇനി അതല്ല, റിട്ടയർമെൻറ്റ് ഹോമിനകത്ത് അവർക്ക് അവിടെ താമസിക്കണമെങ്കിൽ അവരുടെ പുരയിടമെല്ലാം വിറ്റ് അവിടെ വന്ന് താമസിക്കാം. അതവർക്ക് കൊടുക്കത്തില്ല. ജീവിതാവസാനം വരെ അവിടെ താമസിക്കാം. ഒരാമയും പറഞ്ഞുതരും. അവർക്ക് താമസിക്കാം. അങ്ങനെ റിട്ടയർമെൻറ്റ് ഹോം ചെയ്യാനുള്ള മനസ്സിലെ ആഗ്രഹമാണ്. ഇതൊക്കെ സ്വപ്നങ്ങളാണ്, എൻ്റെ മനസ്സിലെ സ്വപ്നമാണ്. ഇന്ന് വരെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കിയ ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവത്തിൻ്റെ സ്വപ്നമാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ആ സ്വപ്നം നടക്കും. ഞാൻ പറഞ്ഞ വാക്ക് കേട്ടവർ കൈപൊക്കി ഒരു ആമീൻ പറഞ്ഞേ. ദൈവത്തിൻ്റെ സ്വപ്നമാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ആ സ്വപ്നം നടക്കും. ആ സ്വപ്നത്തെ തടയാൻ ഉലകത്തിൽ ഒരുത്തിനും പറ്റത്തില്ല. ദൈവത്തിൻ്റെ സ്വപ്നം നിങ്ങളുടെ അകത്തുണ്ടോ, അതിന്ന് രാവിലെ വളരാൻ പോകുകയാ. ദൈവത്തിൻ്റെ സ്വപ്നം അകത്തുണ്ടോ, അത് തടയാൻ ഒരു പിശാചിനും പറ്റുകയില്ല. ദൈവത്തിൻ്റെ സ്വപ്നം അകത്തുള്ള നിന്റെ കുടുംബത്തെ ഉടച്ചു കളയാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ സ്വപ്നമുള്ള ചില ആളുകൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. എന്നോട് കർത്താവ് പറയുക, ദൈവത്തിൻ്റെ സ്വപ്നമുള്ളവനെ തടയാൻ, ദൈവത്തിൻ്റെ സ്വപ്നമുള്ളവനെ തകർക്കാൻ, ദൈവത്തിൻ്റെ സ്വപ്നമുള്ളവനെ ഉടയ്ക്കാൻ ഈ ഉലകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. എത്ര പ്രതിസന്ധി നിന്റെ അകത്തുണ്ടെങ്കിലും ദൈവത്തിന്റെ സ്വപ്നം ഒരിക്കൽ പുറത്തു വരും. ദൈവത്തിന്റെ സ്വപ്നം ഒരിക്കൽ സംഭവിക്കും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ദൈവത്തിന്റെ സ്വപ്നം നടക്കുമെന്ന്? നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ സ്വപ്നം ഉണ്ടോ? ദൈവത്തിന്റെ സ്വപ്നം ഭാവിച്ച നമ്മുടെ സ്വപ്നം ദൈവത്തിന്റെ ആണോ? ആണേ നടക്കും. ദൈവത്തിന്റെ സ്വപ്നത്തിൽ പ്രശ്നമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ദൈവത്തിന്റെ സ്വപ്നത്തിൽ പ്രശ്നമേ ഉള്ളൂ. കൈ കൊടുത്ത് പറ, ദൈവത്തിന്റെ സ്വപ്നത്തിൽ പ്രശ്നമേ ഉള്ളെന്ന് പറ. ദൈവത്തിന്റെ സ്വപ്നത്തിൽ ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത് വീട്ടുകാരാ. രാമീ പറ. വീട്ടുകാര് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ആ പ്രശ്നത്തെ നീ മറികടക്കും. ഇന്ന് രാവിലത്തെ ആരാധന നീ മറികടക്കും. ചില പ്രതിസന്ധികളെ മറികടക്കാൻ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോവാ. യേശു എന്നോട് പറയുന്നത്, ദൈവത്തിന്റെ സ്വപ്നമാകത്തുള്ളവനെതിരെ വീട്ടിൽ നിന്ന് പ്രശ്നമുണ്ട്. പക്ഷേ തൂത് കേട്ടോ, ഈ രാവിലത്തെ നിങ്ങൾ കൈ ഉയർത്തിയൊരാമയും പറഞ്ഞേ. പ്രശ്നം എവിടുന്നാണ്? നിങ്ങൾ പറഞ്ഞേ. പ്രശ്നം എവിടുന്നാണ്? വീട്ടിൽ നിന്ന്. ആരാ പ്രശ്നത്തിന്റെ ആണിക്കല്ല? ജോസഫിന്റെ ചേട്ടൻ. ഒരാമയും പറ. സഹോദരങ്ങൾ മതി. ജോസഫിന്റെ സഹോദരങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കി. അവര് പറഞ്ഞു, ഇവന്റെ സ്വപ്നം എവിടം വരെ പോകും? എവിടം വരെ പോകും?
ഇതിന്റെ അവസാനം വരെ പോവും. ഇവന് ജനറേഷനിലൂടെ യാത്ര ചെയ്യും. ദൈവത്തിന്റെ സ്വപ്നം നിൽക്കുന്നതല്ല. ദൈവത്തിന്റെ സ്വപ്നം നിർത്താൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സ്വപ്നം അടക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സ്വപ്നം ഒതുക്കാൻ പറ്റത്തില്ല. ഈ രാവിലെ ചില ആളുകളുടെ അകത്ത് ദൈവത്തിന്റെ സ്വപ്നം യാത്ര ചെയ്യാൻ പോവുകയാ. ഹല്ലേലൂയ. ഒരു ദിവസേ ഞാൻ നേരത്തെ പ്രസംഗം തീർക്കാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നു തോന്നണ്ട കേട്ടോ. ഒരു ദിവസം യേശുവിൻ്റെ അടുത്ത് ഉപവാസം കഴിഞ്ഞപ്പോൾ പിശാച് വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വെള്ളാരങ്കല്ലൊക്കെ കണ്ടോ, ഈ കല്ലിനോട് എല്ലാവർക്കും അറിയാം, ഒന്നുകൂടെ, ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറഞ്ഞു. യേശു എന്നാ പറഞ്ഞേ? യേശു പറഞ്ഞു, അപ്പം പോരാ, അപ്പം വേണം. കേട്ടിട്ടില്ല, ഒന്നുകൂടെ. അപ്പം പോരാ, അപ്പൻ വേണം. അപ്പം കൊണ്ട് ജീവിക്കുന്ന തലമുറയല്ല, അപ്പനെ കൊണ്ട് ജീവിക്കുന്ന. ചെങ്ങന്നൂർ പട്ടണം അറിയാൻ പോകുകയാ. അപ്പം കൊണ്ട് ജീവിക്കുന്ന തലമുറയല്ല, അപ്പനെ കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ. ഈ പട്ടണം അറിയാൻ പോകുകയാ. അപ്പനെ കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ, അപ്പനെ കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ. അപ്പം കൊണ്ട് ജീവിക്കുന്ന തലമുറയല്ല, അപ്പനെ കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ. കേട്ടവരൊന്ന് കൈപൊക്കി ഒരു ആമീൻ പറയോ? മനുഷ്യൻ യേശു പറഞ്ഞു, മോനെ, അപ്പം കൊണ്ട് ജീവിക്കുന്ന തലമുറയല്ല, അപ്പനെ കൊണ്ട് ജീവിക്കുന്ന തലമുറ. ഒരു ചോദ്യം, നിങ്ങൾക്ക് അപ്പം വേണോ, അപ്പനെ വേണോ? ഇപ്പൊ പൊതുവെ ആളുകൾ വരുന്നത് അപ്പത്തിന് വേണ്ടിയാ. മിണ്ടുന്നില്ല എന്നാ? ഈ അപ്പം എന്ന് പറഞ്ഞാൽ വിടുതല്, അത്ഭുതം, ദൈവപ്രവൃത്തി, ഇതിനാ വരുന്നേ അല്ലേ? പക്ഷെ അപ്പം പോരാ, അപ്പം വേണം. കൈ ഉയർത്തി ഒരു ആമീൻ പറയോ? അച്ഛാ കേട്ടെ, ചെറുക്കൻ നമ്മൾ പ്രാർത്ഥിച്ച ചെറുക്കൻ ഗൾഫിലൊക്കെ പോവും, പക്ഷെ അവൻ നരകത്തിൽ പോവും. ഒരാമീൻ പറ. ഞങ്ങൾക്കൊരു സൂസൻ ആന്റി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സൂസൻ ആന്റി എന്റെ അടുത്ത് വന്നിട്ട് എത്ര വർഷമായി? 14 വർഷമായി. ആന്റി എന്റെ ആദ്യത്തെ വിശ്വാസിയാ കേട്ടോ. കൈവൊക്കെ ഒരു ആമീൻ പറഞ്ഞേര്. ആന്റിയൊക്കെ ഞങ്ങൾക്ക് അന്ന് സ്നാനക്കുളമൊന്നുമില്ല. ആന്റിയെ ഞാൻ ഞങ്ങളുടെ പുത്തമ്പീടിയ IPC കാരുടെ കുളം കടമെടുത്ത് സ്നാനപ്പെടുത്തിയ ആന്റി മാത്രമൊന്നുമില്ല, ഒരു 10-25 പേരെ അന്ന് സ്നാനപ്പെടുത്തി. നിങ്ങൾ ആന്റിയോട് ചോദിച്ച അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. പിള്ളേരെ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിച്ചെന്ന. തിരുവല്ല എന്ന് പത്തനംതിട്ട വരെ യോഗത്തിനാ വരുന്നേ. ആളുകൾ ഒത്തിരി പേര് നിരുത്സാഹപ്പെടുത്തി. ഒരു കാര്യം ഞാൻ പറയുവാ, യേശുവിന് വേണ്ടി ഇറങ്ങത്തിരിക്കുന്ന നിന്നെ, അപ്പനെ അന്വേഷിച്ചിറങ്ങുന്ന നിന്നെ, യേശുവിന്റെ നാമത്തെ ഉയർത്തുന്ന നിന്നെ, യേശുവിന്റെ ശക്തിയുടെ പിന്നാലെ യാത്ര ചെയ്യുന്ന നിന്നെ, നിന്റെ കുടുംബത്തെ ഓർത്തിരിക്കാൻ അനീതിയുള്ള ദൈവമല്ല എന്റെ ദൈവം. നിന്നെ മാനിച്ചു നടത്താൻ ശക്തിയുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. കയ്യൊന്നടിച്ച ദൈവത്തിന് ശക്തിയോടൊന്ന് സ്തോത്രം പറഞ്ഞേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ശിക്ഷയും ശിക്ഷണത്തെ കുറിച്ചും പറഞ്ഞു. കേട്ടല്ലോ അല്ലേ? ശിക്ഷയും. അമ്മ അടിച്ചാലും പോലീസ് അടിച്ചാലും വേദനയുണ്ട്, ഇല്ലയോ? ഉണ്ട്. അമ്മ സ്നേഹത്തോടടിക്കുന്നു, പോലീസ് വൈരാഗ്യത്തോടടിക്കുന്നു. പോലീസ് അടിക്കുന്നതിന്റെ പേര് ശിക്ഷണം, പോലീസ് അടിക്കുന്നതിന്റെ പേര് ശിക്ഷ, അമ്മ അടിക്കുന്നതിന്റെ പേര് ശിക്ഷണം. കൈ ഉയർത്തി ആമീൻ പറ. അപ്പന്റെ ശിക്ഷണം ഏക്കാത്ത മകൻ ഏതുണ്ട് എന്നാ വാക്യം ചോദിക്കുന്നേ. സ്നേഹിതരെ, 1-2 കാര്യങ്ങൾ ഞാൻ ആത്മാവിൽ പറയാം. ഇന്ന് രാവിലെ കേട്ടോണം. നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും.
നിന്റെ സ്വപ്നം ഒരിക്കൽ നടക്കും. നമുക്ക് പറ്റിയ കുറച്ച് അബദ്ധമൊക്കെ ഉണ്ട്, അത് അറിയണം ശരിക്കും. നമ്മൾ ഈ ഭയങ്കര വിശുദ്ധിയൊക്കെ കാണും, നമുക്ക് ഓവർ വിശുദ്ധിയാ പ്രശ്ന. രാമീൻ പറ, എന്ത് സാധനം എക്സ്ട്രീം ആയാലും അത് പാപമാ. രാമീൻ പറ, അത് വിശുദ്ധിയാന്നേലും എക്സ്ട്രീം ആവരുത്. എവിടെ ആവരുത്? എക്സ്ട്രീമിൽ പോകരുത്. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ പട്ടിണി നടക്കും, വെള്ളയിടത്തുള്ളൂ, വെള്ളയൊന്നും വേണമെന്ന് നിർബന്ധമില്ല, അങ്ങനൊന്നുമില്ല. ദൈവം എൻ്റെ വെള്ള ഉടുപ്പൊന്നും അല്ല നോക്കുന്ന, മനസ്സാ നോക്കുന്നേ. രാഷ്ട്രീയക്കാരെ വിളിച്ച് പ്രൈസിലോട് പറയിപ്പിക്കും, ഇവൻ ഒരുത്തനും രക്ഷിക്കപ്പെട്ടതല്ല. എടാ കട്ട് ചെയ്തേണ്ട ഇത് കേട്ടോ, അല്ലെ അവർ കേട്ട് പിണങ്ങും. അതുകൊണ്ടാ അവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. ആണോ? അല്ല. നമ്മുടെ ഇടയിൽ എന്താ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്ത? അതിനാ ഇലക്ഷൻ ചെയ്യുന്ന പാപമാണോ? അല്ലെന്ന് രാമയും പറഞ്ഞില്ല. ഇലക്ഷൻ ചെയ്യുന്ന പാപമൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ആടെ കാലെ പോയി പിടിക്കും. എന്നാൽ നമ്മുടെ ഒരു പിള്ളേരാണെങ്കിലോ ധൈര്യത്തോട് പറയാം, എടാ വന്ന് ചെയ്യാൻ പറയാം. ഇപ്പോഴാണ് നമ്മുടെ ആൾക്കാർ തിരിച്ചറിഞ്ഞു വരുന്നത്. വെളിവൊക്കെ മോനെ അവിടെ കാല് തട്ടലെന്ന് പറയണം കേട്ടോ. ഈ നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴാ വെളിവൊക്കെ വരുന്നത് കേട്ടല്ലോ. ഈ ഇലക്ഷന്റെ സമയത്ത് ആ ചേച്ചിക്ക് ഒരു ചെയർ കൊടുക്ക. ശരി, കൈയൊന്ന് പൊക്കിയോ രാമയും പറ. രണ്ട് കേക്ക്. അതാ ഇവിടെ വാളണ്ടിയേഴ്സ് പോരാ. ഇവിടെ സ്വതന്ത്രം പറഞ്ഞില്ലേ? നല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില കടയിൽ നമ്മൾ കയറുമ്പം നമ്മൾ ശരിക്കും ഒരു പെറോട്ട കഴിക്കാൻ കയറിയ പുള്ളി 5 എണ്ണം കഴിപ്പിച്ച് ചാറും കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഒരു സ്വതന്ത്രം പറഞ്ഞില്ല. ആ ചിരിയും ചില തുണിക്കട കയറാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നോക്കുക, ആളും വന്നു, ആളിനെ ഞങ്ങൾ ഇരുത്തുകയും ചെയ്തു. ബിജുപാസ് എൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റു, ഇവിടെ നിന്നവരെല്ലാം എഴുന്നേറ്റു. അത് കഴിഞ്ഞപ്പോഴോ ചേച്ചി എഴുന്നേറ്റു. അരമണിക്കൂർ ലേറ്റാ. പോട്ട് പറയാൻ പോവാ. നമ്മൾ പഠിച്ച് എന്നാ പഠിച്ചെന്നറിയാം? യോഗത്തിൽ വന്ന് ചിരിക്കല്ലെന്ന് പഠിച്ചു. ആര് പറഞ്ഞു അങ്ങനെ ചിരിക്കല്ലെന്ന്? യേശുവിൻ്റെ യോഗത്തിൽ ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ഇരിക്കുമോ ആൾക്കാർ? എന്നാ യോഗമായിരുന്നു അതിനകത്ത്. യോഗം നടക്കുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്, എൻ്റെ പേര് ദൈവസാന്നിധ്യം എന്നാ. ദൈവസാന്നിധ്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. പ്രിയരെ, ഇന്നലത്തെ യോഗം നിങ്ങൾ കാണണം കേട്ടോ. ഇന്നലത്തെ യോഗത്തിൽ ഞാനൊരു മർത്തോമക്കാരൻ ചേട്ടനെ എഴുന്നേപ്പിച്ചെടുത്ത് ആദ്യം സ്റ്റേജിൽ നിന്ന് ദൂത് പറയുന്ന ചെറുപ്പക്കാരനോടാ. അവൻ ഈ പ്രാവശ്യം വന്നതൊന്ന് കരുതി കൂട്ടി വന്ന. ഈ പ്രാവശ്യം അവൻ എൻ്റെ അടുത്ത് വ്യക്തിപരമായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ പ്രാവശ്യം എന്തേലും പ്രശ്നമുണ്ട്, എൻ്റെ അപ്പനെ കൊന്നിട്ട് പോകാൻ വന്ന. ഞാൻ വയസ്സ് 18 ഉള്ളൂ, മനസ്സിൽ കരുതി കൂട്ടി വന്ന. ഞാൻ ഇരുന്നപ്പോൾ ചോദിച്ചവനോട്, അവൻ എൻ്റെ കയ്യെ പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞാ, ഈ പ്രാവശ്യം ഞാൻ കരുതി കൂട്ടിയാ എൻ്റെ പഠിത്തം നിർത്തിയിട്ട് വന്നേ. എനിക്ക് ഇഷ്ടമല്ലാത്ത കോഴ്സായി വരെ എന്നെ എടുപ്പിച്ച്. എനിക്ക് ഈ അപ്പനോടും അമ്മയോടും ഭയങ്കര ദേഷ്യ. പ്രത്യേകിച്ച് എൻ്റെ അപ്പനോട് എനിക്ക് ഭയങ്കര ദേഷ്യ. നീ അപ്പൻ്റെ പ്രത്യേകത കേൾക്കണോ? അപ്പം മർത്തോമക്കാരൻ ജ്യോതിഷം പഠിച്ച രാമീൻ പറ. ആ വീട്ടിൽ മുഴുവൻ സൂത്രമുണ്ട്. ഒരു ദൂത് പറയുക, അന്യദേവനെ കൈക്കൊള്ളുന്നവന്റെ വേദന വർദ്ധിക്കും. മോളെ നിക്ക് കൈയടിക്കാൻ വരട്ടെ, സമയമില്ല. അതുകൊണ്ടാ മോളെ വാക്യം വായിക്കുക. നമ്മുടെ സങ്കീർത്തന പുസ്തകത്തില്ലയോ, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും, അവരുടെ രക്തപാനിക ബലികളെ ഞാൻ അർപ്പിക്കയില്ല. എത്രാമത്തെ സങ്കീർത്തനം അത്? 16 സങ്കീർത്തനം വായിക്കും മോളെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ. ആവശ്യമില്ലാത്ത ഏതെങ്കിലും ദേവം വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഭിത്തിയെന്നും വീട്ടിൽ നിന്നും എടുത്തു കളയണം. കൈയൊന്ന് ഉയർത്തി രാമയും പറ. എലോഹിമി നമ്മുടെ കൂടെ ഒരു കന്യാസ്ത്രീ ആരാധനയ്ക്ക് വരുന്നുണ്ട്. പലർക്കും അവർ കന്യാസ്ത്രീയാന്ന് അറിയത്തില്ല. പഴയ ആളുകൾക്ക് അവർ കന്യാസ്ത്രീയാന്നറിയാം. ഇവരുടെ വീട്ടിൽ എന്നും പ്രശ്ന, ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര പ്രശ്ന. എന്നും വന്ന് ഇയാളെന്നെ കണ്ടിട്ട് പറയും, എൻ്റെ പൊന്നു പാസ്റ്ററെ. അച്ഛനും പറയും, അമ്മാമ്മയും പറയും, വലിയ പ്രശ്നമാണ് പാസ്റ്ററെ. ഞാനൊരു ദിവസം വെളുപ്പിനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു 3:30 ആയപ്പോൾ കർത്താവ് എന്നെ ഒരു വെളിപ്പാട് കാണിക്കുക. എന്നെ കാണിക്കുന്ന വെളിപ്പാട് ഇങ്ങനെയാ, ഇവരുടെ വീടിന്റെ അലമാരിക്കകത്ത് ഒരു കന്യക മറിയാമിന്റെ പടം ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിന് ട്യൂഷൻ എടുക്കുക. ഞാൻ പറഞ്ഞ, കർത്താവേ എൻ്റെ വെളിപ്പാട് തെറ്റിയ. പുള്ളിക്കാരി അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോടാ? ഞാൻ പറഞ്ഞില്ല. എന്നാ നീ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ചോദിച്ചു, സിസ്റ്റർ ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം കണ്ടു. നിങ്ങളുടെ വീടിന്റെ പ്രശ്നത്തിന്റെ മുഴുവൻ കാരണവും ഈ ഒരു സാധനം എടുത്ത് മാറ്റിയേക്കാൻ പറഞ്ഞു.
അവരെന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്നോ അറിയോ, സ്നാനപ്പെട്ടിട്ടും ഈ സാധനം അവിടെ ഉണ്ടാ. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഈ അലമാരി തുറന്ന് ഇത് പ്രാർത്ഥിക്കാറുണ്ട്, പഴയത് വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ഇന്ന് ഫോട്ടോ എടുക്കണം, യേശുവിനോട് ഏറ്റു പറയണം, എന്തേലും സാധനം അന്യദേവന്റെ വീട്ടിലുണ്ടെങ്കിൽ അച്ഛാ ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും പറയുക, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും. അവരുടെ രക്തപാനിക ബലികളെ ഞാൻ അർപ്പിക്കത്തില്ല. നിന്നെ പോറ്റാൻ കരുത്തുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന സർവശക്തനായ ദൈവം, നാം സ്തുതിക്കുന്ന സർവശക്തനായ ദൈവം. നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ നടത്താൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ രാവിലെ കർത്താവിനോട് പറയുക, ചില കുടുംബത്തിനകത്ത് ഒരു കാര്യം കൂടെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളിനെ തിരിച്ചു വിളിച്ചോണ്ട് പോവല്ല. ഒരാമയും പറ. ഞങ്ങളുടെ ബിസിനസ് എന്നോട് വന്നിട്ട് എത്ര കാലമായി? 9 വർഷമായി. ഒറ്റയ്ക്ക് വിശ്വാസി വന്ന ഭർത്താവ് വന്നിട്ടില്ല. ഒരു പ്രാവശ്യം വല്യപ്പൻ മരിച്ചു, ഭർത്താവിന്റെ അപ്പം മരിച്ചു. ഞങ്ങളുടെ പാസ്റ്റർമാര്, മാത്യു പാസ്റ്റർ ഉൾപ്പെടെ അവിടെ ബോഡി കാണാൻ കയറി ചെന്നു. ഞാനില്ലായിരുന്നു അവിടെ. ബോഡി കാണാൻ കയറി ചെന്നു, ഇവരെ കാണിച്ചില്ല, തടഞ്ഞു നിർത്തി അവരെ. എൻ്റെ അപ്പൻ്റെ, ഓർത്തഡോക്സുകാരൻ എൻ്റെ അപ്പൻ്റെ ബോഡി കാണാൻ കേട്ടതില്ലെന്ന് പറഞ്ഞു. ഒരു സ്വത്രം പറഞ്ഞില്ല. പുള്ളി ഇപ്പൊ എലോഹിമിലെ ആരാധനയ്ക്ക് വരുന്നേ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കർത്താവ് ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? പുള്ളിക്കാരൻ കച്ചകെട്ടി പറഞ്ഞു, ഞാൻ ഈ ഭാര്യയും പിള്ളേരെ തിരിച്ചു കൊണ്ടു. ഒന്നും നടന്നില്ല. അച്ഛാ, ഞങ്ങൾ പുറകോട്ട് പോകുന്നവരല്ല, ഞങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. ജീവനെങ്കിൽ ജീവൻ കൊടുത്ത ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുക. ഇത് റെക്കോർഡാന്നല്ലേ? ഓക്കെ ആണല്ലോ? അതോ അവിടെ ചെന്ന് കാർഡിടുമ്പോ കാണത്തില്ലല്ലോ അല്ലേ? ഇതുവരെ ചെങ്ങന്നൂരുള്ള ഒരു യോഗം എല്ലാത്തിനും ഈ പുള്ളി ഇവരെല്ലാം നിപ്പുണ്ട്. നമ്മൾ ചെന്ന് കാർഡിടുമ്പം ഒന്നും റെക്കോർഡല്ല. ടീനോട് ചോദിക്കുമ്പോൾ ടീച്ചു പറയും, അത് ഞാൻ ഞെക്കിയതാണല്ലോ പാസ്റ്ററെ. ഞാൻ പറയാം, അടുത്തിരിക്കുന്ന രണ്ട് ഞെക്കിയതാ, അതിനകത്ത് ഇതൊന്നുമില്ല. പൊക്കോട്ടെ, ഉണ്ടെന്ന് മോനെ, ഇതെല്ലാം കട്ട് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ കൈപൊക്കി ഒരു സ്വത്രം പറഞ്ഞേ. എനിക്കിന്ന് ലൈവ് അല്ലാത്തതുകൊണ്ട് 4 കാര്യമൊക്കെ പറയാം. 1:15 ആകുകയും ചെയ്തു. ഒരു വാക്യം ഒന്ന് വായിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുക. നമ്മൾ സ്ഥിരമായി വായിക്കുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 43 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. ഗാസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 43, 44, 45. 11-ാം അധ്യായം 43 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഈ രാവിലെ ഒരു ദൂത് കേട്ടോണം, ദൈവം നിന്റെ കെട്ടഴിക്കും. കൈ ഉയർത്തി ഒരു ആമീൻ പറ. ആര് കെട്ടിയാലും ദൈവം നിന്നെ കെട്ടഴിക്കും. ഏതോ പൈശാചിക മണ്ഡലം നിന്നെ കെട്ടിയാലും ഇന്ന് രാവിലെ ദൈവം നിന്നെ കെട്ടഴിക്കാൻ പോവാ. കൈയടിച്ച ആധരം തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ഈ രാവിലെ ആത്മാവിൽ സ്തോത്രം ചെയ്തോ. കർത്താവ് എന്നോട് പറയുക, ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബത്തിന്റെ കെട്ടുകളെ ദൈവം അഴിച്ചു വിടാൻ പോകുക. ഇത്രയും നീ പോകാവൂ, ഇതിനപ്പുറത്തോട്ട് നീ പോകരുത് എന്ന് പറഞ്ഞ് നിന്റെ കുടുംബത്തെ കെട്ടിയ സകല കെട്ടുകളും ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പ്രാർത്ഥിക്കുന്ന ആളുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ആരാധന വോളണ്ടിയേഴ്സ്, ചില ആളുകളുടെ ദൈവശക്തി വ്യാപരിക്കുന്നു. നിനക്കെതിരെയുള്ള കടുംകെട്ടുകളെ എന്റെ ദൈവം ഇന്ന് രാവിലെ പൊട്ടിച്ചു കളയുന്നു. നീ ഇത്രത്തോളം വന്നാ മതി. ഈ രാവിലെ ഞാൻ വെളിപ്പാട് കാണുകയാ. ചില തലമുറകളെ കെട്ടിവെച്ച, ചില കുടുംബങ്ങളെ കെട്ടിവെച്ച, ചില വ്യക്തികളെ കെട്ടിവെച്ച പൈശാചിക മണ്ഡലങ്ങളെ അടിച്ചു കളയാൻ ഈ രാവിലെ നിനക്ക് വേണ്ടി സർവവസ്ത്ര വിഭൂഷാദികളോട് എഴുന്നേറ്റ് വന്ന ദൈവമുണ്ട്. ഈ രാവിലെ നിന്റെ കെട്ടുപൊട്ടി മാറുക.
യേശുവിന്റെ നാമത്തിൽ ചില ശരീരങ്ങളുടെ മേലേക്ക് ദൈവശക്തിയും രാവിലെ വ്യാപരിക്കുന്നു. രാവിലത്തെ ആരാധനയിൽ എന്റെ സന്ദേശത്തിന്റെ കോറ് വാക്യം നിങ്ങൾ കേട്ടോളുക. നിനക്ക് എതിരെയുള്ള കെട്ടുകളെ ദൈവം പൊട്ടിക്കും. ഒരാമീൻ പറഞ്ഞേ. ഈ കെട്ട് അഴിക്കണമെന്ന് പറഞ്ഞത് യേശുവാണ്. ശിഷ്യന്മാരാരുമല്ല, യേശു പറഞ്ഞു അവന്റെ കെട്ടഴിപ്പീൻ, അവന്റെ കെട്ടഴിപ്പീൻ. നിങ്ങൾ ഒരു മിനിറ്റ് എന്നെ കേട്ടോണം. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, ഒരു സഹോദരി എന്നെ കാണാനായിട്ട്, 3 മക്കളുടെ അമ്മയാണ് ആള് വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ച ഒരു സഹോദരി. അവള് ഒരിക്കലും പ്രതീക്ഷിക്കാതെ, സ്നേഹിക്കത്തില്ലെന്ന് അവളുടെ അമ്മയുടെ തലയിൽ സത്യം ചെയ്ത് പഠിക്കാൻ വേണ്ടി പോയ പെൺകുട്ടിയാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്നേഹിതനുണ്ടായി, ഒരു ഫ്രണ്ട് ഉണ്ടായി. ഇന്ന് ആ ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവാണ്. ഒരിക്കലും ചേരാത്ത ഒരു ബന്ധം. ഇപ്പോഴവർക്ക് തോന്നേ അത് വേണ്ടാന്ന്. ഇപ്പം എന്നാ തോന്നേ? വേണ്ടാന്ന്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൾ എന്നോട് പറയുന്നത് എന്നാന്നറിയോ? അച്ഛാ, ഒരു ദിവസം ഇദ്ദേഹം എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഈ ഗിഫ്റ്റ് എന്ന് വാങ്ങിച്ചോ അന്ന് തൊട്ട് ഈ പുള്ളിയെ കാണാതിരിക്കാൻ പറ്റത്തില്ല. കേൾക്കുന്നോ? കാണാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളിയോട് ഭയങ്കര സ്നേഹ. അവര് തമ്മി മിണ്ടിയിട്ട് 2 വർഷമായി. അവള് കാലെ പിടിച്ച് നിൽക്കുക എന്നെ സ്നേഹിക്കാൻ. ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന, അവൾക്ക് മാന്യമായ ജോലിയുണ്ട്, 2-2.25 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന മാന്യമായ ജോലിയുണ്ട്. അപ്പനും അമ്മയൊക്കെ ബിസിനസ്സുകാരാണ്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇന്നലെ വൈകിട്ട് എൻ്റെ അടുത്ത് വന്ന കാര്യം കൂടെ പറയുക. ഇന്നലെ വൈകിട്ട് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്നാ നിനക്ക് വേണ്ടേ? എനിക്ക് അവനെ വേണം. അവൻ ഇവളെ വേണ്ട. എന്താ പറ്റിയ? കെട്ടിയ. എന്നാ ഈ കെട്ടുക എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയോ? കെട്ടിയന്റെ ഈ പുള്ളി നടക്കും, പക്ഷെ എവിടം വരെ നടക്കും? എവിടം വരെ നടക്കും? ഈ കയറിന് എത്ര നീളമുണ്ടോ അത്ര നടക്കും. എന്ന് വെച്ചാൽ ഇവരുടെ പരിധിക്കകത്ത് കിടക്കും. ഇന്ന് രാവിലെ നീ പരിധി പൊട്ടിക്കും. കൈയടിച്ചൊരാമീൻ പറഞ്ഞോ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥന നീ പരിധി പൊട്ടിക്കും. നിന്റെ തലമുറ പരിധി പൊട്ടിക്കും. നിന്റെ വീട് പരിധി പൊട്ടിക്കും. ഇത്രത്തോളം നിനക്ക് വരാമെന്ന് പരിധിയിട്ട പൈശാചിക മണ്ഡലങ്ങളുടെ പരിധിയുണ്ട്. യേശു കർത്താവ് ഈ കെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്നറിയോ? കെട്ടെന്ന് ഉദ്ദേശിക്കുന്ന പരിധിയാ. എന്നാ? ഒന്നുകൂടെ പറഞ്ഞേ. എന്താന്ന? പരിധി. എത്രയും വരാമെന്ന് തീരുമാനിക്കുന്നത് ഈ കെട്ടിയവനാ. കെട്ടിയവൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ കാര്യമല്ല. അല്ല, നിനക്കെതിരെ ബന്ധിച്ചവൻ. അവനാ തീരുമാനിക്കുന്ന എവിടം വരെ വരാമെന്ന്. ഇന്ന് രാവിലെ തൂത് കേട്ട് തമ്പുരാൻ നിന്റെ കെട്ടു പൊട്ടിച്ചു തരും. ദൈവം നിന്റെ സ്ഥിതി മാറ്റി തരും. ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരും. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരാൻ പോവാ. ഇത് കർത്താവിനോട് പറയുക. ഇത്ര നീ പഠിച്ചാ മതി, ഇത്ര നീ ഉയർന്നാ മതി, ഇത്ര നീ രക്ഷപ്പെട്ടാ മതി, ഇത്രയും വരെ വന്നാ മതി, ഇതിനപ്പുറത്തോട്ട് പോകരുത് എന്ന് നിന്നോട് പറഞ്ഞ പൈശാചിക മണ്ഡലങ്ങളെ തകർത്തു കളയേണ്ടതിന് ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോവാ. സ്നേഹിതരെ, എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും ദൈവത്തോട് ചോദിക്കണം. പ്രത്യേകിച്ച് കല്യാണം കഴിച്ചോടെ കാര്യമല്ല, കഴിക്കാത്തോടെ കാര്യം. കഴിക്കാനുള്ളവര് സ്നേഹിച്ചെന്ന് പറഞ്ഞു പോകരുത്. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ദൈവഹിതമാണോ? എന്നാ ദൈവഹിതം ആണോ? ഇവിടെ ഒരു ചെറുക്കൻ ഇരിപ്പുണ്ട്. അവൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, അവനെ എഴുന്നേപ്പിക്കത്തൊന്നുമില്ല. അവൻ എൻ്റെ അടുത്ത് ഫോട്ടോ കാണിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു അവൾ ചാടിപ്പോകുന്നു. സ്വോത്രം പറ. അവൻ എന്നോട് പറഞ്ഞു, പിന്നെ എൻ്റെ പെണ്ണുമ്പിള്ള ചാടിപ്പോവും. അവനങ്ങനെ കല്യാണം കഴിച്ചു. ഒരു വലിയ സ്നേഹമായിരുന്നു. കല്യാണം കഴിച്ച് നേരെ യോഗത്തിനൊന്നും വന്നില്ല, ഗോവയിൽ പോയി.
ഇപ്പോൾ അവള് ഗോവ വഴി അവിടെ വീട്ടിൽ പോയി. സ്വോത്രം പറഞ്ഞുതരാം. അതിനിപ്പോൾ ജീൻസും ഒക്കെ ഇട്ട് എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. കൈപൊക്കെ ഒരു സ്വോത്രം പറഞ്ഞില്ല. അത്രേ ഉള്ളൂ. ഇവിടെ ഇരിപ്പുണ്ട് യോഗത്തിൽ. അവൾ ഡൈവോഴ്സിൻ്റെ പേപ്പർ കൊടുത്തപ്പോഴും അവൻ വന്ന് ചോദിച്ചു, അവൾക്ക് എന്നോട് സ്നേഹമല്ലയോ? ഞാൻ പറഞ്ഞു ഭയങ്കര സ്നേഹമാണ്. സ്വോത്രം പറ. അവൾ ഡൈവോഴ്സിനൊക്കെ പേപ്പർ കൊടുത്തു. അന്ന് ആശാൻ എൻ്റെ മുമ്പിൽ കരയുന്നേ. സ്വോത്രം പറ. എടാ മക്കളെ, ഒരു കാര്യം പറയാം. ദൈവം നിന്നോട് ഈ ദൈവത്തിന് ഒന്നും മറവല്ല. ആണോ? അല്ല, ദൈവത്തിന് എല്ലാം കാണാൻ പറ്റും. അപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമാണെങ്കിലും നമുക്കിത് ഇഷ്ടപ്പെടുന്നില്ല. അതാ പ്രശ്നം. അച്ഛാ, കർത്താവിന് വേണ്ടി ഇന്ന് രാവിലെ ജീവിതം സമർപ്പിക്കണം. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് 1-2 കാര്യം പറയുക. യേശു സ്നേഹിച്ച വീടായതാ. ആണോ? അങ്ങനെ വാക്യമുണ്ടോ? ഉണ്ട്. ഫെബെ ആ വാക്യം വായിച്ചേ. യേശു സ്നേഹിച്ചിരുന്നവരെ. യേശുവിനെ സ്നേഹിച്ചെന്നല്ല, യേശു സ്നേഹിച്ചിരുന്നു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ഓ, അങ്ങനെ ഉണ്ടല്ലേ. വേറെ ആരെ സ്നേഹിച്ചായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. വേദോസത്തിൽ വേറെ ആരെ സ്നേഹിച്ച കാര്യം പറയുന്നില്ല. ആകെ സ്നേഹിച്ചത് മാർത്ത, മറിയ. അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ചേട്ടന്മാര് പറയുന്നത് യേശുവിൻ്റെ ഭാര്യയായിരുന്നു മറിയ എന്നാ പറയുന്നത്. ശരിക്കും യേശുവിൻ്റെ അതിന് 2 പിള്ളേരും, രണ്ടാമെന്നൊന്നും എനിക്കറിയാം, 2 പിള്ളേരും ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പടം ഉണ്ടല്ലോ, ഈ യേശുവിൻ്റെ അന്ത്യാത്താഴം. അതിൻ്റെ അടുത്ത് ഒരാൾ മുടി നീട്ടിയിരിപ്പില്ലേ? അത് പെണ്ണാന്നാ അവർ പറയുന്നത്. ഈ പടം വരച്ചയാരാന്നറിയോ? ആരാ? ഡാവഞ്ചി. അതിന് ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ പേരാണ് ഡാവഞ്ചി കോഡ്. ഡാവഞ്ചി കോഡിനകത്ത് എഴുതിയിട്ടുണ്ട് അത് മഗ്ദല മറിയയാണ്. ആരാണ്? സ്വോത്രം പറഞ്ഞില്ല. വേദപുസ്തകത്തിൽ മൊത്തം എത്ര മറിയമാരുണ്ട്? എത്ര ഉണ്ട്? 4 വരെ ആയിട്ടുണ്ട്. പറ, എത്ര ഉണ്ട് മൊത്തത്തിൽ? എൻ്റെ വായനയിൽ 5 മറിയ എനിക്കറിയാം. മൊത്തത്തിൽ മഗ്ദലക്കാരത്തി മറിയ, മറ്റേ മറിയ, യേശുവിൻ്റെ അമ്മ മറിയ, ലാസറിൻ്റെ സഹോദരി മറിയ, പിന്നെ യാക്കോബിൻ്റെ യോസയുടെ അമ്മ മറിയ. മതിയല്ലോ, ഇനി എണ്ണണ്ട, മതി. ഇത്രേ ഉള്ളൂ. കൈപൊക്കി ഒരു സ്വോത്രം പറഞ്ഞു തരാം. 5 മറിയമാരെ ഏകദേശം കിട്ടിയല്ലോ, ഇല്ലയോ? 5 മറിയമാരെ കിട്ടി. ഇനി ബാക്കി പറയാൻ തുടങ്ങുക. നിങ്ങളെ യേശുവിന് ഇഷ്ടമാണോ? ആണോ? ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചേ, നിങ്ങളെ ഇഷ്ടമാണോ? യേശു നിങ്ങളെ ഇഷ്ടമാണോ? ഈ സത്യമായിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ കയ്യിലിപ്പ് വെച്ച് നോക്കിയാൽ നമ്മളെ ഇഷ്ടപ്പെടാൻ കൊള്ളത്തില്ല. എന്നാലും യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെ ഇഷ്ടമാണ്. ഞാനത് പറയാം, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും ഞാൻ എന്നാ പറയുന്നത്. കേട്ടോടാ, നമ്മുടെ പിള്ളേര് എന്നാ കുറ്റം ചെയ്താലും നമ്മുടെ പിള്ളേരാ, അല്ലേ? നിങ്ങളുടെ ചെറുക്കൻ അപ്പുറത്തെ ചെറുക്കനോട് വീട്ടിൽ വന്ന് ക്രിക്കറ്റ് കളിച്ചു. വിചാരിച്ചോ? ക്രിക്കറ്റ് അറിയാമല്ലോ, ക്രിക്കറ്റ് കളിച്ചു. അപ്പൊ അബദ്ധത്തിൽ ഇവൻ ക്രിക്കറ്റ് കൊണ്ട് ഒരു ബാറ്റ് കൊണ്ട് ഒരു അടി അടിച്ചപ്പം ഈ ബോൾ വന്ന് നിങ്ങളുടെ ടിവിയെ കൊണ്ട് TV പൊട്ടിപ്പോയി. നിങ്ങൾ എന്നാ ചെയ്യും? നിങ്ങൾ എന്തോ ചെയ്യും? ഒന്നും ചെയ്യത്തില്ലേ? പോലീസിനെ പിടിച്ച് ഇടിപ്പിക്കോ? അതെന്നാ? മോനായുണ്ട്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഇടിക്കേണ്ട സമയം കഴിഞ്ഞ പിന്നെ എന്നാ ഇടിക്കാത്തേ? മക്കളായുണ്ട്. ഞാൻ ഇന്നലെ പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്നോട് പറഞ്ഞു, എടാ, പലതും വരാത്ത നമ്മൾ ദൈവത്തിന്റെ മക്കളായോണ്ടാ. പല കാര്യങ്ങളും വീട്ടിൽ കയറാത്ത ദൈവത്തിന്റെ മക്കളായോണ്ടാ. ഒരു കാര്യം കൂടെ നിങ്ങൾ കേട്ടോണം, നമ്മൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. യേശുവിനെ അപ്പ എന്ന് വിളിക്കാൻ ദൈവം തന്ന കൃപയാണ്. 2 മിനിറ്റ് കൂടെ കേട്ടെ. യേശുവിന് ഭയങ്കര സ്നേഹ ഈ വീടിനെ, അല്ലേ? അത് ബൈബിള് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. മാർത്തയോടും മറിയോടും ലാസറിനും. ശരിക്കും ലാസർ പള്ളി വരുമോ? ലാസർ യോഗത്തിന് ഇരിക്കുവോ? ഇല്ലല്ല. യോഗത്തിന് പുള്ളി അതിലെ കൂടെ കറങ്ങിയൊക്കെ നടക്കും. താഴെ വരെ വന്ന് ചേതക്കൽ അമ്മാമ്മയെ കൊണ്ട് വിട്ടിട്ട് പറയും, എടി 1 മണിക്ക് വിളിച്ചാൽ മതി, കഴിയുമ്പോൾ ഞാൻ വരാം. സ്വതന്ത്രം പറ. പുള്ളി യോഗത്തിന് ഇരിക്കുകയില്ല. അതെന്നാ? ബോറിംഗ് ആണ് യോഗം. ഇപ്പോഴോ? ഇപ്പൊ എവിടെ ലാസർ? യോഗത്തിന്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഒരാമീൻ പറ. ഉയർത്തവന്റെ പ്രത്യേകത, അവൻ യോഗത്തിന് വരും. ഉയർപ്പനുഭവിച്ചതിന്റെ പ്രത്യേകത, അവൻ പന്തിയിലിരിക്കും. 2 ബാക്കിയുള്ള പറയാൻ തുടങ്ങുക. യഹൂദന്മാർക്ക് ഈ വീടിനോട് അസൂയുണ്ട്. ഉണ്ടോ?
അങ്ങനെ വാക്യം എഴുതിയിട്ടുണ്ട്. യേശുവിനോട് അസൂയുണ്ട്. അവർ അസൂയ പൂണ്ടിട്ട് പറഞ്ഞു, യേശു പ്രസിദ്ധനാകുക. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര എല്ലാവർക്കും അറിയാലോ അല്ലേ? സന്തോഷ് ജോർജ് കുളങ്ങര കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞു, യേശു ആ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. നാട്ടിലെ നിങ്ങൾ കേട്ടോന്നറിയില്ല, സാധാരണ മനുഷ്യനായിരുന്നു. ഈ ബൈബിളിനകത്ത് അത്ര പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബൈബിളിനകത്ത് പ്രത്യേകിച്ച് അച്ഛാ യേശു 33 വയസ്സ് വരെ ഇവിടെ നടന്നെന്നല്ല, യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ദൈവമായിരുന്നു. നിങ്ങളിനി ഒരു കാര്യം കൂടെ കേട്ടോ, ഇങ്ങനെ പറയുന്ന ക്രിസ്ത്യാനി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ക്രിസ്തീയ മതം തകർന്നു പോകുന്നത്. പല പള്ളികളും ഇന്ന് ബാറാക്കി മാറ്റുന്നത് ഇതുപോലെ പറയുന്ന ക്രിസ്ത്യാനികൾ ഇവിടെ ഉള്ളത് കൊണ്ടാ. ഒരു കാര്യം കൂടെ ഞാൻ പറയുക, ഞങ്ങള് മദ്യപിക്കാത്തത് ബൈബിള് മദ്യപിക്കല്ലെന്ന് പറഞ്ഞു. ഒരാമീൻ പറ. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഒരാമീൻ പറഞ്ഞില്ല. മദ്യപാനി സ്വർഗരാജ്യം അവകാശം. സ്ത്രീകൾ കുടിക്കുമോ? കുടിക്കുമെന്ന് കൈയൊന്നും പൊക്കല്ലേ കേട്ടോ. ദൈവമേ ചെല്ല് കൈ പൊക്കരാ. കുടിക്കുന്ന ഇപ്പൊ എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്, 22 വയസ്സ്, പള്ളിയിലെ അച്ഛൻ്റെ മോളാ, മർത്തോമ പള്ളിയിലെ. അവളെ കുടിക്കുമെന്നല്ല, ഇവിടുത്തെ എല്ലാ ലഹരി ഉപയോഗിക്കും. സ്നേഹബന്ധത്തിൽ പെട്ടുപോയതാ. അവളെയും കൊണ്ട് പോകാൻ ചെയ്തു കൂട്ടിയതാ. പക്ഷെ പോകാൻ പറ്റില്ല. നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ അവൾക്ക് വിടുതലുണ്ടായി. യേശു ഒക്കെ വിടുതൽ കൊടുത്തു. മക്കളെ, ചില കെട്ട് നിന്നെയും കൊണ്ടേ പോകൂ. പക്ഷെ കെട്ട് പൊട്ടിക്കാൻ പറ്റുന്ന ഒരാള് ഇന്ന് രാവിലെ യോഗത്തിൽ വന്നിട്ടുണ്ട്. ആളിന്റെ പേര് യേശു എന്നാകട്ടോ. നിന്റെ കുടുംബം കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ വീട് കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ എന്റെ ദൈവം ആ കെട്ട് അടിക്കാൻ പോവാ. 2 കരങ്ങളും അടിച്ച് അന്യഭാഷ പറഞ്ഞ് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് രാവിലെ ആ നാമത്തെ ഒന്ന് വിളിച്ച് കർത്താവിനോട് പറയുക, ചെങ്ങന്നൂർ ദൈവത്തിന്റെ സഭയെ ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവം നിന്റെ കെട്ടു പൊട്ടിക്കാൻ പോവാ. ദൈവം നിന്റെ പ്രതിസന്ധി പൊട്ടിക്കാൻ പോവാ. ദൈവം നിന്റെ പ്രതികൂലം പൊട്ടിക്കാൻ പോവാ. നീ ഇത്ര വരാവെന്ന് പറഞ്ഞ്, ഇത്ര രക്ഷപ്പെടാവെന്ന് പറഞ്ഞ്, ഇത്ര എത്താവെന്ന് പറഞ്ഞ് നിന്റെ കുടുംബത്തെ കെട്ടി നിൽക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാവിലത്തെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം ചില പ്രതിസന്ധികളെ ഇന്ന് രാവിലെ അടിച്ചു കളയാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യേശുവിനെല്ലാം അറിയല്ലേ? എല്ലാം അറിയാം. എടാ, ശരിക്കും അത് ദൈവഹിതമല്ലായിരുന്നു. അങ്ങനെ പോയതൊന്നും നമുക്കുള്ളതല്ല. നമുക്കുള്ളത് വരും. നിന്റെ 2026 നിന്റെ കല്യാണം നടക്കും. 2026 ദൈവം നിനക്കൊരു വഴിയും തുറക്കും. നീ ഒരു രാജ്യം വരെ കടന്നു പോകും. നിന്നെ ഞാനൊരു രാജ്യത്ത് വെച്ച് മീറ്റ് ചെയ്യും. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി ഇന്ന് രാവിലെ തുറക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം കൂടെ കൈയൊന്നടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാ. നമ്മുടെ ദൈവം പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാ. ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്ന് വിളിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റുന്ന മോനെ. ഇപ്പൊ നീ ഏത് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നേ? പെട്ടെന്ന് തയ്യാറായിക്കോ, പെട്ടിയൊക്കെ കെട്ടിക്കോ, ഒരിടത്ത് നീ പോകും. അത് നിന്റെ തുടക്കമായിരിക്കും. അതിനുശേഷം നിന്റെ വിവാഹം നടക്കും. നീ യേശുവിനെ സാക്ഷീകരിക്കും. യേശുവിൻ്റെ പൈതലായിട്ട് മാറും. എല്ലാവരും ഞങ്ങൾക്ക് ഈ കഞ്ചാവ് വലിക്കുന്നവരെ കണ്ടാൽ എനിക്കറിയത്തില്ലേ കഞ്ചാവ് വലിക്കുന്നുണ്ടെന്ന്? 2 കെട്ടിയാ എനിക്ക് മനസ്സിലാവില്ലേ 2 കെട്ടിയാന്ന്? അതെങ്ങനെ സ്വത്രം പറഞ്ഞില്ലേ? ഇടയ്ക്കൂടും വലക്കൂടൊക്കെ പോയാൽ എനിക്ക് കണ്ടാൽ അറിയാൻ പോയിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ കാതി പറയത്തേ ഉള്ളെന്നേ ഉള്ളൂ. കൈവൊക്കെ ഒരു സ്വത്രം പറ. ശരി,
ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഓൾഡ് ഏജ് ഹോമിന് സ്ഥലം വാങ്ങിക്കണം. ഇറ്റും തുള്ളിയും കാശ് പോരാ. നിങ്ങളുടെ പിള്ളേർ വിദേശത്തോ സ്വദേശത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ 1 മാസത്തെ ശമ്പളം അതിന് വേണ്ടി കൊടുക്കണം. ഇനി കടമെടുക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല എന്നിട്ടാണ്. കടമെടുക്കാവുന്നതിൻ്റെ അമരോ കടമെടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് പൈസയൊക്കെ എനിക്ക് കടം കിട്ടും. ബാക്കിയെല്ലാം കൂടെ കടമെടുക്കാൻ എനിക്ക് പറ്റുകയില്ല. നിങ്ങൾ അതിന് പ്രാർത്ഥിക്കണം. പുറകെ ഞങ്ങളുടെ ഐസക്കച്ചാനുണ്ട്. ഒന്ന് കണ്ടിട്ട് പറയണം, പാസ്റ്റർ എൻ്റെ മോൻ്റെ ശമ്പളം ഇത്രയും രൂപയുണ്ട്, ഞാനത് 1 മാസത്തെ അവിടെ ഓൾഡ് ഏജ് ഹോമിൻ്റെ പണിക്കോ ഓൾഡ് ഏജ് ഹോമിൻ്റെ സ്ഥലം വാങ്ങിക്കാനോ ഒക്കെ കൊടുക്കാൻ പോവാ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഇവിടെ കിട്ടുന്ന മുഴുവൻ സ്തോത്ര കാഴ്ചയും ഓൾഡ് ഏജ് ഹോമിൻ്റെ സ്ഥലം വാങ്ങാൻ വേണ്ടി അത് നമ്മൾ ചിലവാക്കാൻ വേണ്ടി പോവാ. എല്ലാ കണ്ണും ഒന്നടച്ച് നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് തീരുമാനിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ആ ഓഫറിംഗ് ഒന്നെടുത്ത്, ഇത് ഓഫറിംഗ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ സ്നേഹത്തണലിന് സ്ഥലം വാങ്ങാൻ വേണ്ടിയാണ് ഈ രാവിലെ നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ പ്രിയരെ, നിങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സമൂഹത്തിന് നിലനിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇവിടെ ഞാൻ കണ്ണടച്ചാലും എൻ്റെ മക്കൾ മരിച്ചാലും എലോഹീം ഉള്ളിടത്തോളം കാലം ഇത് മുഴുവൻ പൊതുസ്വത്തായിട്ട് മുന്നോട്ട് പോകും. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. എല്ലാ ദൈവത്തിൻ്റെ മക്കളും നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പറയും, ഇന്ന കാര്യം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും. നിങ്ങൾക്ക് ഇന്ന് രാവിലെ അതിനു വേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ ദൈവമക്കളും ആ കണ്ണൊന്നടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാ ദൈവമക്കളും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാനായിട്ട് പോകുകയാ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അർപ്പിക്കുന്ന കർത്താവെ സ്തോത്ര വഴിപാടിനായി സ്തോത്രം ചെയ്യുക. ഇതിൻ്റെ മുഴുവൻ പണവും കർത്താവെ സ്നേഹത്തണലിൻ്റെ വസ്തുവിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുക. താതനെ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വസ്തു തരണം. അതിൻ്റെ എഗ്രിമെൻ്റ് നടക്കണം, അവിടെ പണി നടക്കണം. അടുത്ത 3 മാസത്തിനകത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുക. നെഹമ്യാവ് പണിതതുപോലെ ഞങ്ങൾ ഒരുമിച്ച് പണിയാനുള്ള ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേലെല്ലാം ദൈവം പകരുന്നതിന് ഈ രാവിലെ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ മക്കൾ എടുത്തു വെച്ച ഈ ദൈവത്തിന്റെ ദാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. താതനെ, ഒരു 10,000 മടങ്ങ് നിന്റെ മക്കൾക്ക് അത് ദാനമായിട്ട് ദൈവം കൊടുക്കണേ. അവരുടെ കുടുംബങ്ങളെ, അവർക്കുള്ള സകല നന്മകളെയും തമ്പുരാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ആദരിച്ചതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് കൊയറ പാട്ടുപാട് നിങ്ങൾക്ക് ഓഫറിംഗ് എടുക്കാം.
ശരി, ഓക്കെ. നിങ്ങൾ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ കലണ്ടർ വാങ്ങാൻ മറക്കരുത്. ഇന്ന് ആദ്യമായി ഇവിടെ ആരാധനയിൽ വന്നവർ ആ കൈ ഉയർത്തിപ്പിടിച്ച് ആദ്യമായി എഴുന്നേറ്റ് നാട്ടെ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആദ്യമായി വന്ന എല്ലാവരും ദൈവത്തിന് എഴുന്നേറ്റ് നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കൈവശം ഒരു ബ്രോഷർ കിട്ടും. അതിനകത്ത് ഒരു വൈറ്റ് കാർഡുണ്ട്. നിങ്ങൾ ആരാധനയ്ക്ക് ശേഷം അത് പൂരിപ്പിച്ച് തിരിച്ചു നൽകാൻ വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാം കൈവശം ഒരു ബ്രോഷർ കിട്ടും. അതിനകത്തൊരു വൈറ്റ് കാർഡുണ്ട്. ആരാധനയ്ക്ക് ശേഷം നിങ്ങളത് പൂരിപ്പിച്ച് തിരിച്ചു നൽകാൻ വേണ്ടി ഓർപ്പിക്കുന്നു. പുതുതായിട്ട് വന്ന എല്ലാവരും എന്നെ കണ്ടിട്ട് മാത്രമേ പോകാവൂ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇവരോട് ചേർന്ന് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നാട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു. കർത്തൃദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കും. കർത്താവ് നമ്മളെ